Praise the Lord. जल्दी से ले आने वाला प्रभु यीशु मसीह के अति पवित्र नाम में सब पवित्र लोगों को मसीह बन जाता हूँ। വേഗം വരുന്ന കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദന. उनकी बड़ी अनुग्रह से हमको और एक दिन मिला। കാരണം അനുഗ്രഹത്താൽ കൃപയാൽ നമുക്ക് ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. एक दिन में हम प्रभु की उपस्थिति में इस आनंद में मिलना पड़ेगा तो कितना धन्यवाद है। ഓരോരോ അവസ്ഥയിൽ ഓരോരോ ദിവസം ഇങ്ങനെ കർത്താവിന്റെ സന്നിധിയിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടി വരികയും കർത്താവിനെ പറ്റി ചിന്തിക്കുകയും ചെയ്യുന്ന എത്ര അനുഗ്രഹമുള്ള കാര്യമല്ലേ. प्रभु हमें इतना चाहता है, കാരണം കർത്താവ് നമ്മളെ എത്ര സ്നേഹിക്കുന്നു. हमेशा प्रभु हमको आलोचना देता है। കാരണം കർത്താവ് എപ്പോഴും നമുക്ക് കർത്താവിന്റെ ഹിതമുള്ള ആലോചന നമുക്ക് തരാറുണ്ട്. प्रभु का वचन के द्वारा प्रभु आज भी हमसे बात कर रहा है, इसके लिए हम प्रभु से कितना आभारी होना चाहिए। അമേൻ. കർത്താവ് അവന് വചന മുഖാന്തരം നമ്മളോട് സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനുവേണ്ടി നമ്മൾ എത്ര നന്ദിയോടെ അവനെ സ്തുതിക്കണം. आज मैं आपको बोलने जा रहा हूँ, बहुत गहरा विषय है, बहुत ध्यान से सुनना। ഇന്നത്തെ ഞാൻ പറയാനുള്ള വിഷയം എന്ന് പറയുമ്പോൾ ഒത്തിരി ആഴമായുള്ള വിഷയമാണ്, അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കണേ. क्योंकि हम देखते हैं कि मसीह दुनिया में आज बहुत लोग मतलब गिर रहा है, विश्वास त्यागी हो रहा है, प्रेम ठंडा होकर के मतलब प्रभु के काम में नहीं आ रहा है, ऐसा बहुत खतरनाक अवस्था है। നമ്മൾ ഇന്നത്തെ ഈ സഭയിൽ നമ്മൾ ജീവിക്കുന്ന പറയുമ്പോൾ എല്ലാ വിശ്വാസത്തിൽ അവർ വീണോണ്ടിരിക്കുവാണ്, വിശ്വാസത്തെ ത്യാഗിക്കുവാണ് അവർ. പിന്നെ സ്നേഹം തണുത്തു പോയിട്ട് കർത്താവിൽ നിന്ന് ദൂരെയായിട്ട് കർത്താവിന് വേണ്ടി പ്രയോജനമാകേണ്ട പകരം കർത്താവിൽ നിന്ന് ദൂരെയായി പോയിക്കൊണ്ടിരിക്കുവാണ്. आपको मालूम है सर्व मतलब एफेसुस मंडली में बहुत कुछ अच्छा गुण था, परंतु एक कमी था। वो प्रभु ने प्रकाशित वाक्य दूसरा अध्याय का 4 वचन में प्रकटीकरण उसका 2:4 में बोला, पहला प्रेम छोड़ दिया। मतलब पहला प्रेम मतलब प्रेम है अभी भी, परंतु वो पहला प्रेम से गिर गया। उसका मतलब वहाँ पर भी बाइस्टडिंग हुआ, वहाँ पर भी पीछे हटने वाला बात आया, वो प्रभु को सह नहीं पाया. നമുക്കറിയാം എഫെസോസ് സഭയെ പറ്റി നോക്കുമ്പോൾ കർത്താവ് നല്ല ഗുണമായിരുന്നു പറഞ്ഞത്. എന്നാൽ ഒരു വിഷയം അവരെ പറ്റിയുള്ള ഒരു അവസ്ഥ ഉണ്ടായെന്ന് പറഞ്ഞാൽ നമ്മൾ റെവലേഷനിലെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 2:4 വാക്യം റെവലേഷൻ ചാപ്റ്റർ 2:4 അവിടെ കർത്താവ് പറയുന്നത് ഒരു കാര്യം നിങ്ങൾ ആദ്യ സ്നേഹത്തിൽ നിങ്ങൾ വിട്ടുപോയതാണ് കർത്താവ് അവിടെ പറയുന്നത്. എല്ലാ കാര്യം നല്ലത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു കാര്യം കർത്താവ് അവരുടെ എതിരായി ഉള്ളത് പറയുന്നത് നിങ്ങൾ ആദ്യ സ്നേഹം വിട്ടു. आपको पढ़कर सुनाता हूँ, प्रकाशित वाक्य दूसरा अध्याय 4 वचन। पर मुझे तेरे विरुद्ध में यह कहना है कि तूने अपना पहला सा प्रेम छोड़ दिया है. देखिए पहले उसका बहुत प्रभु ने तारीफ किया. അതിനു മുമ്പേ നമ്മൾ മേളത്തെ വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ കർത്താവ് സഭയെ പറ്റി നല്ല കാര്യങ്ങളാണ് പറയുന്നത്. बहुत अच्छा गुण वाला मंडली है, നല്ല ഗുണമുള്ള സ്വഭാവമുള്ള സഭയായിരുന്നു. ऐसा एक मंडली आजकल दिखता नहीं. ഇതേപോലത്തെ സഭ ഗുണമുള്ള സഭ എന്ന് പറഞ്ഞാൽ ഈ കാലത്ത് കാണുമെന്ന് പറഞ്ഞാൽ അത് കുറവാ. अब से देखिए उसका 2-3 वचन पढ़िए. അത് 2-3 വാക്യം വായിക്കുമ്പോൾ നമുക്ക് അവിടെ ഗുണം കാണാൻ പറ്റും. मैं तेरे काम और तेरे परिश्रम और तेरे धीरज को जानता हूँ, और यह भी कि तू बुरे लोगों को देख नहीं सकता, और जो अपने आप को प्रेरित कहते हैं और है नहीं, उन्हें तूने परख कर झूठ पाया. तू धीरज धरता है और मेरे नाम के लिए दुख उठाते उठाते थका नहीं. पर मुझे तेरे विरुद्ध में यह कहना है. देखिए वहाँ पर अगर आप देखेगा तो वहाँ पर 7 अति मनोहर उनका श्रेष्ठ गुण वहाँ पर देखता है. അവിടെ നമ്മൾ വായിക്കുവാണെങ്കിൽ 7 പ്രകാരമുള്ള നല്ല വർത്തമാനം അല്ലെങ്കിൽ നല്ല ഗുണമുള്ള കാര്യങ്ങൾ അവിടെ നമ്മൾ വായിക്കാറുണ്ട്. बोलने का मतलब वो मंडली बहुत आत्मीय उत्साह में है. അതിനർത്ഥം കാരണം ആ സഭ എന്ന് പറയുമ്പോൾ ആത്മീയ വിഷയത്തിൽ നല്ല ഒരു അവസ്ഥയിലാണ് അവര്. उनकी सेवा में बहुत उज्ज्वल है. കർത്താവിന്റെ വേലയെ പറ്റി നോക്കി കഴിയുമ്പോൾ നല്ല തീഷ്ണതയോടെ അവർ പ്രവർത്തിക്കുവാണ്. मतलब काम में कोई बाधा नहीं, കർത്താവിന്റെ പ്രവൃത്തിയിൽ ഒരു കുറവില്ല. इतना ही नहीं, അത് മാത്രമല്ല झूठा लोगों को मंडली के अंदर प्रवेश नहीं. കള്ള പ്രവാചകന്മാരോ അല്ലെങ്കിൽ കള്ള അപ്പോസ്തലന്മാർ അവരുടെ സഭയിൽ തന്നെ അവർക്ക് സ്ഥലമില്ല. वही एक कितना हमारा आत्मिक जीवन का एक बहुत बड़ा पहचान है. അത് തന്നെ എത്ര വലിയ നല്ലൊരു സ്വഭാവമല്ലേ കള്ളന്മാരെ അവർ അകത്ത് കയറ്റാതിരിക്കുന്നത്. क्योंकि आजकल का लोग क्या है, कैसे भी लोगों को कितना भी झूठा क्यों ना हो नंबर बढ़ाने के लिए किसी को भी स्वीकारता है. ഇന്നത്തെ ലോകത്തിന്റെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ എത്ര കള്ളം പറഞ്ഞാലും കുഴപ്പമില്ല, എന്നാൽ സഭയുടെ സംഖ്യ കൂട്ടണം എന്നുകൊണ്ട് വിചാരിച്ച എല്ലാവരും കേറ്റും. क्योंकि प्रभु का मंडली का अर्थ आज के लोग भूल गया या ना जाना. കാരണം കർത്താവിന്റെ സഭയുടെ യഥാർത്ഥ അർത്ഥം അവർക്ക് ശരിക്കും അറിയത്തില്ല, അല്ലെങ്കിൽ അവർ മറന്നുപോയേക്കുവായിരുന്നു. प्रियो हमें ये बात को जानना, നമ്മൾ ഈ കാര്യങ്ങൾ അറിയണം. हमारे जीवन में हम कभी भी ठोकर खा सकता है. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ഇടർച്ചയിൽ വീഴാൻ നമുക്ക് സാധ്യതയുണ്ട്. धोखा ना खाने के लिए हमको चेतावनी प्रभु देता है. കാരണം നമ്മൾ വഞ്ചിച്ച് വീഴല്ലേ എന്നുള്ള അവസ്ഥയിൽ കർത്താവ് വചനം നമ്മളോട് പറയുന്നുണ്ട്. उसके आधार में आज मैं आपको जो आज का विचिंतन करने का जो की वर्ड जो है मतलब वो प्रथम वचन में आपको पढ़ना चाहूँगा. पहला कुरिन्थी 10 अध्याय 12 वचन. पहला कुरिन्थी 10 अध्याय
12 वचन। അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ വിഷയത്തിൽ നമ്മൾ ചിന്തിക്കാനുള്ള വിഷയത്തിലുള്ള മൂല്യവാക്ക് വായിക്കാൻ ആഗ്രഹിക്കുന്നത് 1 കൊരിന്ത്യർ 10:12, 1 Corinthians chapter 10 verse 12. इसलिए जो समझता है कि मैं स्थिर हूँ वह चौकस रहे, कहीं गिर न पड़े। एक शक्ति चेतावनी है ना, എത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമാൻഡ്മെന്റ് അല്ലേ, അല്ലെങ്കിൽ ചേതാവനി അല്ലേ. ആകയാൽ ഞാൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ നോക്കിക്കൊള്ളട്ടെ. इसलिए जो समझता है कि मैं स्थिर हूँ, जो समझता है मैं स्थिर हूँ, वो चौकस रहे, कहीं गिर न पड़े। गिर ना पड़े। बोलने का अर्थ क्या है? അതിന്റെ അർത്ഥം എന്താ? मतलब अगर हम सावधान नहीं रहेगा तो गिर जाएगा। നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമുക്ക് വീഴാൻ സാധ്യതയുണ്ട്. गिरेगा क्या? വീഴോ? जरूर गिरेगा, വീഴും. क्योंकि ये बाइबल का इतिहास हमें वही सिखाता है। കാരണം ബൈബിൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതാണ് നമ്മൾ അത് പഠിപ്പിക്കുന്നത്. ये सख्त चेतावनी है, ഇത് ഇത്ര സ്ട്രോങ് ആയ ഒരു അഡ്വൈസ് ആണ്. मैं बोलता हूँ ये इस प्रकार का एक तत्तुल्य वचन हम रोमियो का पत्री उसका 11 अध्याय का 20 से 22 में पढ़ता है। रोमियो उसका 11 अध्याय का 20 से 22 में हम क्या देखते हैं? आप थोड़ा ध्यान से पढ़िएगा। ഇതേപോലെയുള്ള സമാനമുള്ള ഒരു വാക്യം നമ്മൾ വേണമെങ്കിൽ വായിക്കുവാണെങ്കിൽ റോമാലേഖനം 11-ാം അധ്യായം 20 തൊട്ട് 22 വരെ, റോമൻസ് ചാപ്റ്റർ 11 verse 20 to 22. ശരി, അവിശ്വാസത്താൽ അവ ഒടിഞ്ഞു പോയി, വിശ്വാസത്താൽ നീ നിൽക്കുന്നു. ഞെളിയാതെ ഭയപ്പെടുക. സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കാം. ആകയാൽ ദൈവത്തിന്റെ ദയയും ഖണ്ഡിതവും കാണുക. വീണവരിൽ ദൈവത്തിന്റെ ഖണ്ഡിതവും, നിന്നിലോ നീ ദയയിൽ നിലനിന്നാൽ ദൈവം തന്നെ, അല്ലെങ്കിൽ നീയും ഛേദിക്കപ്പെടും. ठीक है, वे तो अविश्वास के कारण तोड़ी गई। देखो, वे तो अविश्वास के कारण, विश्वास ही बना रहना चाहिए था, पर उन्होंने अविश्वास किया तो क्या हो गया? തോടാ ഗയാ. അവർ അവിടെ പറയുന്നത്, നമ്മൾ 20-ാം വാക്യം വായിക്കുന്നവർ അവിശ്വാസ കാരണം അവർ ഒടിഞ്ഞു പോയെന്നാ പറയുന്നത്. അവരുടെ വിശ്വാസത്തിൽ അവർ നിലനിൽക്കേണ്ടതായിരുന്നു, എന്നാൽ ആ വിശ്വാസം കാണിച്ചുകൊണ്ട് കർത്താവ് അവരെ പുറത്തു കളഞ്ഞു. परंतु तू विश्वास में बना है। तुम विश्वास में बना है, इसलिए तुम बना रह पाता है. നീ വിശ്വാസത്തിൽ നിലനിൽക്കുന്നതുകൊണ്ടാണ് മാത്രമാണ് ഇപ്പൊ നിൽക്കുന്നത്. लेकिन वहां पर एक चेतावनी, എന്നാൽ അവിടെ ഒരു ശ്രദ്ധയുള്ള ഒരു കാര്യം പറയുന്നത്, इसलिए अभिमानी न हो। അതുകൊണ്ട് അഹങ്കാരി ആകല്ലേ. देखा मेरे को देखो, मैं आ गया तो क्या हो. എന്നാൽ അഹങ്കാരം സ്വഭാവം പറഞ്ഞ ഞാൻ ഇങ്ങനെ ചെയ്തു നോക്കി, ഞാൻ ഇത്ര നല്ല കാര്യം ചെയ്തു എന്ന് പറഞ്ഞ് ഞാൻ പറയുന്ന ആ സ്വഭാവം അങ്ങനെ ചിന്ത വന്ന് വീണുപോയി. मैं बाइबल पढ़ता हूँ, ഞാൻ ബൈബിൾ വായിക്കുന്നുണ്ടല്ലോ, मैं प्रार्थना करता हूँ, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, मैं गवाही देता हूँ, ഞാൻ സാക്ഷ്യം പറയുന്നുണ്ടല്ലോ, मैं यूट्यूब में संदेश हमेशा सुनता हूँ, ഞാനിങ്ങനെ എല്ലാ സന്ദേശം യൂട്യൂബിൽ വരുന്ന എല്ലാ സന്ദേശം ഞാൻ കേൾക്കുന്നുണ്ട്, मैं बहुत समझता हूँ, ഞാൻ എല്ലാം മനസ്സിലാവുന്നുണ്ട്. इतना भी भावना आ गया तो गिर गया. ഇത്ര ചിന്ത വന്നാൽ മതി, വീണുപോയി. इसका मतलब ये सब नहीं करना, ऐसे भी नहीं. അതിന്റെ അർത്ഥം അങ്ങനെയല്ല, ഈ കാര്യങ്ങളൊന്നും ചെയ്യല്ലേ അങ്ങനെ അർത്ഥം അങ്ങനെയല്ല. प्रियो, हमारे जीवन में ऐसे बातों में भी आप घमंड कर सकता है. പ്രിയപ്പെട്ടവർ, ഈ ചെറിയ ചെറിയ കാര്യങ്ങളിലും നമ്മൾ അഹങ്കാരം കാണിക്കാൻ സാധ്യതയുണ്ട്. हमारे मुंह से घमंड की शब्द निकल सकता है, നമ്മുടെ വായിൽ നിന്ന് അഹങ്കാരത്തിന്റെ ശബ്ദം വാക്ക് വരാൻ പറ്റും. हमारा शब्दों को तक हम बहुत ध्यान देना, നമ്മുടെ വാക്കുകളെ പോലും നമ്മൾ സൂക്ഷിക്കണം. अभी आगे बढ़िए. परंतु भयमान, നന്ദി ഭയക്കണം. क्योंकि जब परमेश्वर ने स्वाभाविक डालियों को न छोड़ा तो तुझे भी न छोड़ेगा। इसलिए परमेश्वर की कृपा और कड़ाई को देख, जो गिर गए उन पर कड़ाई, परंतु तुझ पर कृपा, यदि तू उसमें बना रहे। यदि तुम उसमें बना रहे, उसमें बना रहने का कर्तव्य हमारा है. അതുകൊണ്ട് അതിൽ നിന്ന് നീ നിലനിൽക്കണം. കാരണം നിലനിൽക്കുന്ന ആ ജോലി നമ്മുടെയാണ്. नहीं तो तू भी काट डाला जाएगा, नहीं तो तुम भी काट दिया जाएगा. അല്ലെങ്കിൽ നീയും ഒടിച്ച് കളയും. हमें इस बात को जानना है, ഈ കാര്യം നമ്മൾ അറിയേണ്ടത്, हमारे जीवन में हम प्रभु में बना रहना. നമ്മൾ ഈ വിഷയത്തിൽ ക്രിസ്തുവിൽ നമ്മൾ വസിച്ചിരിക്കണം. प्रियो, अगर हम खड़ा नहीं, वास्तव में प्रभु ने हमें खड़ा किया है. നമ്മൾ നിലനിൽക്കുവാന്ന് പറയുമ്പോൾ, നമ്മൾ നിൽക്കുവാന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മളല്ല നിൽക്കുന്നത്, ക്രിസ്തു നമ്മളെ നിർത്തി വെച്ചേക്കുവാണ്. ക്രിസ്തുവിന്റെ കൃപയാലാണ്. क्योंकि एक व्यक्ति खड़ा होना है तो प्रभु खड़ा करेगा, तभी वो खड़ा हो सकता है. കാരണം ഒരു വ്യക്തി നിൽക്കണമെങ്കിൽ കർത്താവ് അവരെ നിർത്തി വെച്ചാലേ അവന് നിൽക്കാൻ പറ്റുള്ളൂ. लेकिन हम ना गिरने के लिए कोई साहस करके ना गिरने के लिए हम सावधान रहना. എന്നാൽ നമ്മുടെ വിഷയം എന്താ? നമ്മളായിട്ട് സ്വയത്തിൽ വന്നിട്ട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് വീഴാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കണം. प्रभु हमें उसके लिए मदद करता ही है. എന്തായാലും കർത്താവ് നമ്മളെ സഹായിക്കുന്നുണ്ട്. क्योंकि रोमियो 14 अध्याय का 4 वचन की आखिरी भाग हम पढ़ेगा तो रोमियो
14 अध्याय 4 वचन की आखिरी भाग में ऐसा लिखा है, അവനെ നിൽക്കുമാറാക്കുവാൻ കർത്താവിന് കഴിയുമല്ലോ. ആമേൻ. റോമന്റെ പുസ്തകം റോമ 14ന്റെ 4 അവസാനത്തിലാണ് നമ്മൾ വായിച്ചത്. റോമൻസ് ചാപ്റ്റർ 14 വേഴ്സ് 4 ലാസ്റ്റ് പാർട്ട്. क्योंकि प्रभु उसे स्थिर रख सकता है. ये प्रयोग बहुत गहरा बात. ഈ വാക്ക് പറഞ്ഞ ഇത്ര ആഴമുള്ള കാര്യമാണ്. प्रभु उसको स्थिर रख सकता है. കർത്താവാണ് അവനെ നിർത്തി വെക്കുന്നത്. इसका मतलब क्या है कि हमें प्रभु में बना रहना बहुत मौत की बात है. അതുകൊണ്ട് നമുക്ക് കർത്താവിൽ വസിച്ചിരിക്കണം എന്നുള്ള വിഷയം എത്ര ആഴമുള്ള കാര്യമാണ്. प्रियो, हम लोग हमारे समय को पहचानना चाहिए. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ സമയത്തെ നമ്മൾ ശരിക്കും അറിയണം. हम आज कौन से समय में आ गया? നമ്മളിപ്പോ ഏത് സമയത്താണ് നമ്മൾ വന്നിരിക്കുന്നത്? प्रभु की आगमन की बहुत निकटता में है. നമ്മൾ കർത്താവിന്റെ വരവിന്റെ വിഷയത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അടുത്തിരിക്കുവാണ് നമ്മൾ. अभी हमें ज्यादा समय वक्त नहीं मिलेगा. ഇനി നമുക്ക് അധികം സമയം നമുക്കില്ല. इसलिए हमको कैसे भी गिराने के लिए विरोधी प्रयास में है. അതുകൊണ്ട് ഈ ശത്രു അല്ലെങ്കിൽ പിശാച് എപ്പോഴും ഏത് നിലയിൽ നമുക്ക് എങ്ങനെ വീഴിക്കാൻ പറ്റുമോ ആ വിഷയത്തിലുള്ള പ്രയാസത്തിലാണ്. एक बात आपको बताना चाहता हूँ. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, हम प्रभु में बुलाहट पाया है, നമ്മൾ കർത്താവിന് വെളി നമുക്ക് കിട്ടുകയാണെങ്കിൽ, प्रभु में चुनौती पाया है, കർത്താവ് നമുക്ക് തെരഞ്ഞെടുക്കപ്പെട്ടവരാണെങ്കിൽ हमें जिम्मेवारी है. നമുക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. हमारा जिम्मेवारियों को हमें जानना है. നമ്മുടെ കർത്തൃത്വം നമുക്ക് ശരിക്കും അറിയണം. उसमें हमें विश्वास योग्य रहना है. അതിൽ നമ്മൾ വിശ്വാസയോഗ്യമായി നിൽക്കണം. प्रियो, मसीह में आने के बाद में फिर एक आलसीपन का जीवन कभी ना बिताओ. അതുകൊണ്ട് നമ്മൾ വിശ്വാസിയായി കഴിഞ്ഞ ക്രിസ്ത്യാനിയായി കഴിഞ്ഞ ഒരു ആലസ്യമുള്ള ഒരു ലേസി സ്വഭാവം കാണിക്കല്ലേ. हम कैसे होना चाहिए? हम लोग बहुत उत्साह के साथ सेवा करना അതുകൊണ്ട് चाहिए. നമ്മുടെ സ്വഭാവം, നമ്മുടെ അവസ്ഥ എങ്ങനെയായിരിക്കും? എപ്പോഴും ഉത്സാഹത്തോടെ സന്തോഷത്തോടെ നമ്മൾ ആ എരിവോടെ പ്രവർത്തിക്കണം. एक फलदायक जीवन होना चाहिए. ഒരു ഫലമുള്ള ജീവിതം നമ്മൾ ജീവിക്കണം. आपको मालूम है, प्रभु यीशु मसीह अंत समय के बारे में या प्रभु के आगमन के बारे में चेले लोग पूछा तो वहां पर प्रभु यीशु मसीह अगले उनको चेतावनी दिया. वो शब्द हम बहुत बार पढ़ते हैं. इस संदर्भ में जब मत्ती 24 अध्याय का 4-5 वचन में हम पढ़ता है, നമ്മൾ കർത്താവിനെ പറ്റി നമ്മൾ നോക്കുമ്പോൾ അന്ത്യസമയത്തുള്ള അവസ്ഥയിൽ അവിടെ എന്തൊക്കെ അവസ്ഥ നടക്കും എന്നുള്ള കർത്താവ് ശിഷ്യന്മാരോട് നേരത്തെ പറഞ്ഞു കൊടുത്തതാണ്. ഈ അവസ്ഥയിൽ നമ്മൾ അത് മത്തായി സുവിശേഷം 24 അധ്യായം അതിന്റെ 4-5 उसका 4 और 5 देखिए. 4 5 आपको ध्यान से सुनना. मत्ती 24 अध्याय 4 और 5 वचन में 2 बार उठाकर कहता है. पढ़िए. यीशु ने उनको उत्तर दिया, सावधान रहो, कोई तुम्हें न भरमाने पाए. कोई तुम्हें ना भरमाने पाए. ആരും നിങ്ങളെ തെറ്റിക്കരുത്. कोई तुम्हें ना भरमाने पाए. ആരും നിങ്ങളെ തെറ്റിക്കല്ലേ. आगे. क्योंकि बहुत से ऐसे होंगे जो मेरे नाम से आकर कहेंगे, मैं मसीह हूँ, और बहुतों को भरमाएंगे. देखो, अभी क्लियर यहाँ मत कमाल क्या है कि जो भरमाया नहीं जाने वाला भी भरमाया जाएगा. അതായത് ഇവിടെ വായിക്കുന്ന അർത്ഥം മനസ്സിലാക്കണം. കാരണം തെറ്റിക്കാതിരിക്കാതെ പോകുന്ന ചിലവരും അവരും ഈ അവസ്ഥയിൽ വരുമ്പോൾ അവർ തെറ്റിയിൽ വീഴാൻ സാധ്യതയുണ്ട്. അവൻ പലരെയും തെറ്റിക്കും എന്നാണ്. बहुत से लोगों को भरमाएगा. അവർ പലരെ അവൻ തെറ്റിക്കും. Praise the Lord. अभी ये शब्द प्रभु यीशु मसीह का शब्द है. ഇത് കർത്താവിന്റെ വചനമാണ്. प्रियो, हम जब मानव चरित्र को जब देखेगा, നമ്മള് മനുഷ്യന്റെ ഇതിഹാസം നമ്മൾ നോക്കിയാൽ वहाँ पर हम क्या देखते हैं? നമ്മളവിടെ എന്താ വായിക്കുന്നത്? पूरा धोखा. എല്ലാം വഞ്ചനയാണ്. ये दुनिया पूरा धोखा ही धोखा. ലോകം മൊത്തം വഞ്ചിക്കുന്ന അവസ്ഥയിലാണ്. है ना? जब आपको मालूम है, जब आदि माँ बाप के जीवन में कैसे ये धोखा हुआ? നമ്മൾ അറിയാലോ, നമ്മൾ തുടക്കത്തിലുള്ള നമ്മുടെ മാതാപിതാവിന്റെ അവസ്ഥയിൽ അവരെങ്ങനെ വഞ്ചിച്ച് വീണു. आप देखिए, वहां से ही ये धोखा शुरू है. അവിടെ തന്നെ ഈ വഞ്ചനയിൽ അവർ വീഴാൻ തുടങ്ങിയിട്ടുണ്ട്. इसका मतलब ये 6000 साल से शैतान मनुष्य को धोखा देते आ रहा है. अभी वो बहुत बड़ा एक्सपीरियंस होल्डर है. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കണം, 6000 വർഷം തൊട്ട് പിശാച് ജനങ്ങളെ, മനുഷ്യരാഷ്ട്രീയനെ അവർ ഇരുത്തിക്കൊണ്ടിരിക്കുകയാണ്, അവരെ വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് 6000 വർഷത്തിന്റെ നല്ല അനുഭവം എക്സ്പീരിയൻസ് പിശാചിനുണ്ട്. थोड़ा कुछ लोगों को नहीं, അവൻ 1-2 ആൾക്കാർ, ഇച്ചിരി ആൾക്കാരെ അല്ല അവൻ തെറ്റി വീഴ്ചത്. लाखों को करोड़ों को उसने भरमाया. ലക്ഷങ്ങളും കറോടുകളും മൊത്തം മനുഷ്യ രാഷ്ട്രീയനെ അവൻ തെറ്റിച്ച് ഇരിക്കുകയാണ്. और अभी उसको मालूम है, अभी मेरा थोड़ा समय रह गया है, इसलिए जो भी बेचना चाहता है उनको भी बेचने नहीं दूंगा. അതുകൊണ്ട് അവനിപ്പോ അറിയാം, അല്പസമയം ഉള്ളൂ അറിയുന്നതുകൊണ്ട് ആർക്കൊക്കെ രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ടോ അവരെയും വീഴ്ത്താൻ നോക്കുവാണ്. अब देखिए, आजकल कितने लोग उधार पाते हैं क्या? ഇന്ന് അനേകം രക്ഷിക്കപ്പെടാൻ, ഇന്ന് ഈ സമയത്ത് ജനങ്ങളെ രക്ഷിക്കപ്പെടാറുണ്ടോ?
आजकल कोई उधार नहीं पाता। ഇന്നത്തെ സമയം എന്ന അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷിക്കപ്പെടുന്ന അവസ്ഥയല്ല. कई लोग बोलते हैं कि उधर इतना 1000 लोग बपतिस्मा लिया ये लिया, लेकिन उसका उसमें नया जन्म पाया हुआ एक भी नहीं होगा। എന്നാൽ ചിലവരിങ്ങനെ പറയുന്നുണ്ട്, ആ സഭയിൽ നോക്കി 1000 പേരാണ് ഒരു സമയത്ത് സ്നാനപ്പെടുന്നത്, ഇങ്ങനെയാ എങ്ങനെയെന്നൊക്കെ പറയും. എന്നാൽ അതിൽ നിന്ന് എത്ര പേര് രക്ഷിക്കപ്പെട്ടു? भैया इसके बीच में शैतान का बड़ा एक हाथ है। കാരണം ഇതിന്റെ പുറകിലും പിശാചിന്റെ വലിയൊരു കൈയുണ്ട്. क्योंकि आपको मालूम है प्रभु के आगमन के समय में विश्वासी लोग बढ़ेगा नहीं, विश्वासी लोग घटेगा, विश्वास पाना मुश्किल है करके लूका 18:8 में प्रभु ने क्लियर करा। लूका 18:8 में प्रभु बोलता है कि जब मनुष्य पुत्र आएगा तो विश्वास पाएगा, क्या बोलेगा तो विश्वास ही नहीं देगा, ऐसा एक अवस्था दुनिया में आएगा। അവന് പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ വരവിന്റെ അടുത്ത് വരുമ്പോൾ, കർത്താവ് വന്ന് കഴിയുമ്പോൾ വിശ്വാസികൾ കൂടിപ്പോവും. അങ്ങനെയല്ല, എന്നാൽ വിശ്വാസികൾ കാണുന്നേ ഇല്ലെന്ന് ലൂക്കോസ് സുവിശേഷം 18:8 നമ്മൾ വായിക്കുമ്പോൾ, ലൂക്ക് 18:8 നമ്മൾ വായിക്കുന്നത്, മനുഷ്യപുത്രൻ ഈ ലോകത്തിൽ വരുമ്പോൾ വിശ്വാസത്തെ കണ്ടെത്തുവോ, വിശ്വാസികളെ അവൻ കാണുമോ എന്നാണ് കർത്താവ് ചോദ്യം ചോദിക്കുന്നത്. चाहिए तो आपको पढ़कर सुनाता है उसका। तो भी मनुष्य का पुत्र जब आएगा तो क्या वो पृथ्वी पर विश्वास पाएगा? हाँ देखो, प्रभु पूछता है विश्वास पाएगा, വിശ്വാസം കണ്ടെത്തുമോ? बोले का मतलब इस सत्य वजन में, इस सत्य वजन को चाहने वाला, सत्य वजन में बना रहने वाला मिलेगा। കാരണം ഈ സത്യവചനത്തിൽ നിലനിൽക്കാൻ, യഥാർത്ഥ വചനത്തിൽ വിശ്വാസം നിലനിൽക്കുന്ന വിശ്വാസങ്ങളെ കണ്ടെത്തുമോ? पहली बात तो सत्य वचन सिखाने वाले लोग नहीं मिलेगा। ഇന്നത്തെ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യവചനം പഠിപ്പിക്കുന്ന ആൾക്കാർ തന്നെ കാണത്തില്ല. क्यों नहीं मिलेगा? അതെന്തിനു കാണത്തില്ല? क्योंकि सत्य वचन सिखाएगा तो कोई भी उसके पास रुकेगा नहीं। കാരണം സത്യവചനം പഠിപ്പിക്കാൻ പോയ ആ സഹോദരന്റെ കൂടെ പിന്നെ ആരും നിൽക്കത്തില്ല. वो उधर एक अच्छा एक मंडली में एक भीड़ नहीं बन सकता, കാരണം ആ സഭയിൽ വലിയ ആൾക്കൂട്ടം വരുത്തില്ല. പിന്നെ क्योंकि सबको अपना अभिलाषा, अपना इच्छा, मनमानी चलने वाला मंडली चाहिए। കാരണം എല്ലാവർക്കും അവരുടെ സ്വന്തം ഇഷ്ടം, അവരുടെ സ്വന്തം അഭിലാഷം നിവർത്തിക്കാനുള്ള, മോഹത്തിന് നിവർത്തിക്കാനുള്ള ആഗ്രഹമുള്ള സഭയാണ് അവർക്ക് വേണ്ടത്. उसके लिए सत्य वचन, अभी बहुत कितने लोग बोलते हैं हाँ इधर सत्य वचन सिखाते हैं, कुछ दिन के बाद उधर नहीं मिलेगा, वो डूब जाएगा। എന്നാലും സത്യവചനം നമുക്ക് കിട്ടത്തില്ല. ചിലവർ പറയാറുണ്ട്, ഇവിടെ എത്ര നല്ല സത്യവചനമാണ് ഇവിടെ പഠിപ്പിക്കുന്നത്, എന്നാൽ കുറെ നാൾ കഴിഞ്ഞ് അവർ അവിടെ കാണത്തില്ല, അവിടെ നിന്ന് അവർ മാറിപ്പോ. क्यों? കാരണം എന്താ? क्योंकि उनके जीवन में वचन के अनुसार अपने जीवन को सही करने के लिए वो तैयार नहीं। കാരണം അവരുടെ ജീവിതത്തിൽ സത്യവചനം അവരുടെ മുമ്പിൽ വരുമ്പോൾ ആ സത്യവചനത്തിൽ നിന്ന് നമ്മൾ മാറി നമ്മൾ ശരിയായ വഴി നടക്കണം എന്നുള്ള ആ കേട്ട വചനം അനുസരിക്കാൻ അവർക്ക് താല്പര്യമില്ല. फिर क्या करेगा? പിന്നെ അവരെന്ത് ചെയ്യും? कुछ बहाना बोलेगा, അവരെന്തോ കാരണങ്ങൾ പറഞ്ഞ് नहीं यार उधर सही नहीं, ആ സഭ ശരിയല്ലായിരുന്നു. वो आदमी स्वभाव उसमें से अभी तक गया नहीं। അപ്പൊ ആ ആദ്യാമ്യ സ്വഭാവം ഇതുവരെ അവിടെ നിന്ന് ആ വ്യക്തിയിൽ നിന്ന് മാറിയിട്ടില്ല. क्योंकि मैं सही नहीं, वो नहीं बोलेगा, मंडली से ഞാൻ ശരിയല്ല തെറ്റാന്ന് പറയത്തില്ല, സഭ ശരിയെന്ന് അവർ പറയും. देखिए अभी यहाँ पर दो का काम हुआ। അപ്പൊ ഇവിടെ വഞ്ചന എവിടെ വന്നത്? वो ध्यान से सुनना, നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണേ. ये बहुत बड़ा एक आत्मीय जीवन का बहुत बड़ा एक गहरी बात एक पन्ना में आपको दिखाना चाहता हूँ। കാരണം ആത്മീയ വിഷയത്തിൽ, ആത്മീയ ലോകത്തിലുള്ള ഏറ്റവും വലിയ വഞ്ചന അവസ്ഥയിലുള്ള ഒരു ആഴമായ കാര്യമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. सबसे पहले आदम हव्वा में कौन धोखा खाया? കാരണം ആദ്യം നമ്മൾ നോക്കുന്നത് ആദാമും അവയിലും ആദ്യം വീണതാരാ? आपको मालूम है स्त्री जन बलहीन पात्र है। നമുക്കറിയാലോ, സ്ത്രീകൾ എന്ന് പറയുമ്പോൾ അവര് ബലഹീന പാത്രമാണ്. मैं कई बार बताता, मैं पिछले दिन में सिस्टर के साथ जब बात कर रहा था, കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സഹോദരിയായിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ उनको बात करने के टाइम पर एक बात मैंने उसको याद दिलाया। ആ സഹോദരി പറഞ്ഞപ്പോൾ ഒരു കാര്യം ഞാൻ അവരെ ഓർമ്മിച്ചത്, मैं बोला आप थोड़ा नंबर होकर के एक बार माफी मांगो। ഞാൻ പറഞ്ഞു, ഒരിക്കലും നിങ്ങൾ താഴ്മയായിട്ട് നിങ്ങൾ തന്നെ ക്ഷമ ചോദിക്കുക. तो जरूर पति का दिल है ना टूट जाता है। അങ്ങനെ ചെയ്താൽ ഭർത്താവിന്റെ മനസ്സ് പെട്ടെന്ന് പൊട്ടിപ്പോകും. लेकिन कई बार क्या है कि लोग थोड़ा नंबर होकर के क्षमा मांगने के लिए तैयार नहीं होते। എന്നാൽ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ നോക്കുന്ന പറഞ്ഞാൽ അനേകരുടെ സ്വഭാവം എന്താ? അവർ താഴ്മപ്പെട്ട് ക്ഷമ പറയാൻ വേണ്ടിയിട്ട് ആ ഹൃദയം നമ്രമാക്കാൻ അവർക്ക് താല്പര്യമില്ല. पत्नियों को मैं एक बार बताऊं, അത് ഭാര്യമാരോടൊക്കെ പറയാൻ ഒരു കാര്യം ആഗ്രഹം, आपका पति कितना भी कठोर क्यों ना हो, നിങ്ങളുടെ ഭർത്താവ് എത്ര കഠോര ഹൃദയം ഉള്ളവനായാലും आप थोड़ा टूटा हुआ दिल के साथ आंसू बहाते हुए नम्र दिल के साथ एक बार क्षमा मांगेगा तो നിങ്ങൾ ഹൃദയം നിറഞ്ഞ് നിങ്ങൾ കരഞ്ഞ് ഭർത്താവിന്റെ സന്നിധിയിൽ സത്യ മനസ്സോട് നിങ്ങൾ ക്ഷമ പറയുവാണെങ്കിൽ आपका पारिवारिक जीवन के लिए कोई वादा नहीं आएगा। നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ഒരു കുഴപ്പവും വരില്ല. वो कितना भी कठोर मनुष्य क्यों ना हो, എത്ര കഠിന ഹൃദയമുള്ള വ്യക്തി ആയാലും वो व्यक्ति का, वो पति का दिल टूट जाएगा। യെസ്, കാരണം ആ ഭർത്താവിന്റെ ഹൃദയം പെട്ടെന്ന്, ഭാര്യയുടെ ആ വിഷമവും ഹൃദയവും കണ്ടു കഴിഞ്ഞ് പെട്ടെന്ന് നുറുങ്ങിപ്പോ. क्यों मालूम है? അതെന്തിനാ അങ്ങനെ?
देखो प्रभु कितना महान है, കാരണം നമ്മുടെ കർത്താവ് എത്ര മഹാനാണെന്നറിയോ? प्रभु ने सृष्टि में भी कितना क्या भेद इस्तेमाल किया, കാരണം കർത്താവ് ഈ സൃഷ്ടിയിലും ഈ മർമ്മം കർത്താവ് ഉപയോഗിച്ചിട്ടുണ്ട്. क्योंकि मनुष्य को आदम को मिट्टी से बनाया, കാരണം കർത്താവ് മനുഷ്യനെ നമ്മൾ നോക്കുമ്പോൾ ആദാമിനെ മണ്ണ് കൊണ്ടാണ് ഉണ്ടാക്കിയത്. हम मिट्टी में पानी गिरेगा तो पिघल जाता है, നമുക്കറിയാലോ മണ്ണിന്റെ മേളിൽ വെള്ളം വീണ് പെട്ടെന്ന് അലിഞ്ഞു പോകും. इसके बाद पिघलने वाला एक दिल है मनुष्य, കാരണം മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവർ എത്ര താഴ്മപ്പെടുന്നത് പെട്ടെന്ന് അലിഞ്ഞു പോകുന്ന ഒരു മനസ്സുണ്ട്. लेकिन ये स्त्री जो है, എന്നാൽ സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ हवा को कैसे बनाया? അവ്വാനെ എങ്ങനെ ഉണ്ടാക്കി? हवा को उन्होंने मिट्टी से नहीं बनाया, അവ്വാനെ കർത്താവ് മണ്ണും കൊണ്ടല്ല हड्डी से बनाया, എല്ലും കൊണ്ടാണ് ഉണ്ടാക്കി. हड्डी से बनाया हुआ ये हवा എല്ലും കൊണ്ട് ഉണ്ടാക്കിയ ഈ അവ്വാനെ पूरा अरेबियन सागर का पानी लाकर डालेगा तो पिघलेगा नहीं, അറേബ്യൻ സമുദ്രത്തിന്റെ മൊത്തം വെള്ളം അതിൽ മേളിൽ ഇട്ട് കഴിഞ്ഞാലും എല്ലാം അലിയത്തില്ലല്ലോ. ये मतलब महासागरों का पूरा पानी डालेगा तो भी वो पिघलेगा. നമ്മൾ ഈ ലോകത്തിലുള്ള എല്ലാ മഹാസാഗറിന്റെ വെള്ളം എടുത്ത എല്ലിന്റെ മേളിൽ ഇട്ട എല്ലാം അലിയത്തില്ല. अब सिस्टर लोग मेरे से नाराज नहीं हो रहा, അതുകൊണ്ട് ഇത് കേട്ടിട്ട് സഹോദരിമാർക്ക് വിഷമം വരല്ലേ? आप एक बात जानना, നമുക്ക് ഒരു കാര്യം അറിയേണ്ടത്, नंबर बनो, നമുക്ക് താഴ്മയാകണം. नंबर बनेगा तो आपका जिंदगी का बहुत से समस्या दूर हो जाएगा. കാരണം താഴ്മപ്പെട്ട നിങ്ങളുടെ ജീവിതത്തിലുള്ള ഒത്തിരി കാര്യങ്ങളിൽ അവസ്ഥകൾ അത് മാറ്റം വരും. बहुत से लोग क्या अपना वो हटीला स्वभाव को कभी हटाता नहीं, इसलिए बहुत समस्या बना रहता है. കാരണം ഒത്തിരി സഹോദരിമാരെന്ന് പറഞ്ഞാൽ അവരുടെ ആ സിദ്ധിയുള്ള അല്ലെങ്കിൽ അവരുടെ ആ സ്വഭാവം അവരുടെ ജഡത്തിന്റെ അവര് അഹങ്കാരത്തിന്റെ അവർ മാറ്റാത്തതുകൊണ്ട് പിടിവാശി മാറ്റാത്തതുകൊണ്ട് അവർ കുടുംബജീവിതം ഒത്തിരി പ്രയാസങ്ങൾ വരുന്നുണ്ട്. इसलिए अधिकतर आप घरों का समस्या देखेगा तो वो बहन लोगों से आता है. കാരണം നമ്മൾ സാധാരണ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൂടുതലായിട്ടും വീടിന്റെ പ്രശ്നത്തിന്റെ കാരണം ഭാര്യമാരാണ്. अभी देखिए शुरुआत का परिवार में क्या हुआ, ഇതേപോലെ തുടക്കത്തിലുള്ള ആദ്യ കുടുംബത്തിൽ എന്ത് പറ്റി? कौन समस्या लाया, ആരാണ് പ്രശ്നം കൊണ്ടുവന്നത്? कौन पाव में गिरा, ആരാണ് ആദ്യം പാപത്തിൽ വീണത്? आप देखिए നിങ്ങൾ നോക്കിക്കേ, पहला तिमोथी दूसरा अध्याय का 14 1 തിമോത്തി 2:14, 1 തിമോത്തി chapter 2:14. ആദാമല്ല സ്ത്രീ അത്രേ വഞ്ചിക്കപ്പെട്ട് ലംഘനത്തിൽ അകപ്പെട്ടത്. आदम बहकाया न गया पर स्त्री बहकाने में आकर अपराधिनी हुई. देखा, स्त्री बहकावने में आकर के अपराधिनी हुई. സ്ത്രീയാണ് ആദ്യം വഞ്ചനയിൽ വീണിട്ട് അവൾ ചതിയിൽ വീണത്. देखा कितना भयंकर बात है, എത്ര വലിയ ഗംഭീരമുള്ള കാര്യമല്ലേ? प्रियो आदम ने मानो इस प्रकार का गिरावट में आया, കാരണം ആദാമല്ല ആദ്യം വീണത്. फिर कौन आया? ആദ്യം ആരാ വീണത്? हवा. ഹവ്വയാണ് ആദ്യം വീണത്. देखिए सबसे बड़ी बात है कि हवा ने सिर का सम्मान नहीं किया. കാരണം ആദ്യത്തെ കാര്യം നമ്മൾ നോക്കുന്നത് ഇവിടെ അവളുടെ തലേനെ ആദരിച്ചില്ല. क्योंकि हवा का सिर था आदम, കാരണം അവളുടെ തലയായിരുന്നു ആദാം. परंतु उन्होंने उस आदम की आलोचना लेना चाहिए था. എന്നാൽ അവ എന്തെങ്കിലും ഇങ്ങനെ വിഷയം തെരഞ്ഞെടുപ്പിന്റെ വിഷയം വരുമ്പോൾ ആദ്യം ആദാമിനോട് ചോദിച്ചിട്ടായിരുന്നു സർപ്പത്തിനെ കേൾക്കേണ്ടത്. लेकिन आदम ने हवा ने आदम से पूछने के लिए तैयार नहीं. എന്നാൽ അവ അവിടെ എന്ത് ചെയ്തു? ആദാമിനോട് ചോദിക്കാതെ അവൾ ചോദിക്കാതെ തന്നെ അത് ഫലം കഴിച്ചു. जब प्रभु आकर के हवा को जब पूछा, കർത്താവ് വന്നിട്ട് അവനോട് ചോദിച്ചപ്പോൾ तब हवा ने क्या बोला? അപ്പൊ അവ എന്ത് പറഞ്ഞു? उत्पत्ति 3:13 ഉൽപ്പത്തി പുസ്തകം 3:13, उत्पत्ति 3:13. ജെനസിസ് 3:13. तब यहोवा परमेश्वर ने स्त्री से कहा, तूने ये क्या किया है? स्त्री ने कहा, सर्प ने मुझे बहका दिया. देखा, सर्प ने मुझे बहका दिया, तब मैंने ये खाया. देखा, सर्प ने मुझे बहका दिया. സർപ്പ് വന്ന് ഈ പിശാചു വന്നിട്ടാണ് എന്നെ ചതിച്ചു, अभी എന്നെ തെറ്റിച്ചു. देखिए, സോറി ഞാൻ പറഞ്ഞില്ല. ഇല്ല 13. സ്ത്രീയോട് നീ ചെയ്തത് എന്ത് എന്ന് ചോദിച്ചതിന് പാമ്പ് എന്നെ വഞ്ചിച്ചു, ഞാൻ തിന്നുപോയി എന്ന് സ്ത്രീ പറഞ്ഞു. പാമ്പ് എന്നെ വഞ്ചിച്ചു. देखिए यहाँ पर हमारा हवा बोलता है कि सर्प ने मुझको बहका दिया. അവിടെ സ്ത്രീ എന്തോ പറയുന്നത്? പാമ്പ് വന്ന് എന്നെ വഞ്ചിച്ചു. देखिए उससे पहले जब आदम को पूछा तो आदम ने क्या उत्तर दिया? അതിനു മുമ്പ് ആദാമിനോട് ചോദിച്ചപ്പോ ആദാം എന്ത് പറഞ്ഞു? मानो उसका 12 वचन, അതിന് 12ാം വാക്യം. आदम ने कहा, जिस स्त्री को तूने मेरे संग रहने को दिया है उसी ने उस वृक्ष का फल मुझे दिया और मैंने खाया. अभी देखो प्रभु ने क्या पूछा और आदम का उत्तर क्या? देखो ദൈവം അല്ലെങ്കിൽ കർത്താവ് ആദാമിനോട് ചോദ്യം എന്തായിരുന്നു? ആദാം അതിന് ഉത്തരം എങ്ങനെ രീതിയിലാണ് തന്നത്? खाया पूछा और उत्तर क्या है? खाया नहीं. उत्तर कितना घुमा करके देखो. यही है मनुष्य के जीवन में, जब कपड़ा घुस जाता है या शैतान का कुछ भी दाव जिस पर लग गया ना,
उनका हर एक बातों में एक टेढ़ा अवस्था रहेगा. वो शैतान का चाल है ना, टेढ़ा टेढ़ा ऐसा, वो सीधा नहीं चलता ना, ऐसा घूम करके जाता है. അതുകൊണ്ട് നമ്മൾ ഇപ്പം മനുഷ്യനോട് ചോദിച്ച ചോദ്യം എന്താ, നീ എന്തിനാ അത് കഴിച്ചതെന്ന് ആയിരുന്നു ചോദ്യം. എന്താ അവന്റെ ഉത്തരം, കഴിച്ചതിന്റെ ഉത്തരം അത് ആ രീതിയിൽ അല്ലാത്ത ഉത്തരം, നീ തന്ന ഈ സ്ത്രീയാണ് എന്നെ വഞ്ചിച്ചതെന്ന് പറഞ്ഞ്. അപ്പൊ ഇങ്ങനെ കറക്കിയുള്ള ഒരു ഉത്തരവാണ്. നമുക്കറിയാലോ പിശാചിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ, സർപ്പത്തിന്റെ സ്വഭാവം അത് നേരെയല്ല നടക്കുന്നത്, വളഞ്ഞ ഇങ്ങനെ മനുഷ്യൻ എപ്പോഴും കുറ്റബോധ പാപത്തിൽ വീട് കഴിഞ്ഞിട്ടുള്ള സ്വഭാവം എന്ന് പറഞ്ഞാൽ എല്ലാം കറങ്ങി കുറ്റം പറഞ്ഞ് കറക്കത്തിലാണ് സംസാരിക്കുന്നത്. एक व्यक्ति को बात सुनने के टाइम पर मालूम है कि ये वास्तव में शैतान के धोखे पे गिराएगी. ഒരു വ്യക്തിയുടെ നമ്മൾ സംസാരം കേട്ട് ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ വ്യക്തി പിശാചിന്റെ തന്ത്രത്തിൽ വീണിരിക്കുവാണെന്ന്. हमारे यीशु मसीह ने यही सिखाया जब मत्ती 5:37 में है कि हाँ तो हाँ, ना तो ना, उससे अधिक कहाँ से आता है बोला. നമ്മൾ കർത്താവ് നമ്മളെ പഠിപ്പിച്ച ഒരു കാര്യമല്ലേ, മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മുടെ വായിൽ നിന്ന് ആ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇല്ല, ഇതിനേക്കാളും കൂടുതലാണെങ്കിൽ മത്തായി സുസമാചാർ 5:37 വചനം लिखा है, നിങ്ങളുടെ വാക്ക് ഉവ്വ എന്നും ഇല്ല എന്നും ആയിരിക്കട്ടെ, ഇതിൽ അധികമായത് ദുഷ്ടനിൽ നിന്ന് വരുന്നു. कहाँ से आता? दुष्ट से, बुराई से होता है. बुराई से या दुष्ट से या शैतान से होता है. ഇതിനേക്കാളും കൂടുതൽ നമ്മുടെ ഉവ്വ അല്ലെങ്കിൽ ഇല്ലയിൽ നിന്ന് കൂടുതൽ നമ്മൾ എന്തിനും പറയുവാണെങ്കിൽ അത് ദുഷ്ടത്തിൽ നിന്നാണെന്ന് മത്തായി സുവിശേഷം 5:37 നമ്മൾ വായിക്കുന്നു, മാത്യു 5:37. यहाँ पर प्रभु ने पूछा हुआ मतलब उस सवाल का उत्तर यस या नो था, लेकिन अभी यहाँ पर घुमाया. അവിടുന്ന് കർത്താവ് ദൈവം ആദാമിനോട് ചോദിച്ചപ്പോൾ ഉവ്വ അല്ലെങ്കിൽ ഇല്ല എന്നുള്ള ഉത്തരത്തിൽ പറയാൻ പകരം അവൻ കറക്കി സംസാരിക്കുക. प्रियो, आज भी कितनी पवित्र लोग, आप कुछ भी बात, आप संगति में क्यों नहीं आया या एक भी कुछ भी सवाल पूछेगा तो तुरंत मतलब कुछ ना कुछ टेढ़ा मुड़ा करके बात करता है. वहां सुनने से मालूम पड़ता है कि शैतान इनको हमारा धोखा दे रहा है. നമുക്കത് വിശുദ്ധന്മാരോട് നമ്മൾ വീട്ടിൽ പോയിട്ട് നമ്മൾ ജസ്റ്റ് ഇത്രയും ചോദിക്കുവാണ്, സഹോദരി എന്തിന് മീറ്റിംഗ് വന്നില്ല, അല്ലെങ്കിൽ ഇതേപോലെ 1-2 ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഉത്തരം പറയുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം അല്ലെങ്കിൽ ഉവ്വ അല്ലെങ്കിൽ ഇല്ലാന്ന് പറയുന്ന ഉത്തരത്തിൽ അവർ ഭയങ്കര കറക്കി സംസാരിക്കും. അതിൽ നിന്ന് അറിയാം ഇതിനേക്കാളും കൂടുതൽ സംസാരം ദുഷ്ടനിൽ നിന്നാണെന്ന്. ऐसा हमारा मन में ऐसा कई प्रकार लोग धोखा खा रहा है, धोखा खाने वाला समय है, इसलिए प्रभु बोलता है धोखा ना खाओ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ അന്ത്യസമയത്താണ് ഇങ്ങനെ അനേക പേര് വഞ്ചന അവസ്ഥയിൽ വീണോണ്ടിരിക്കുവാണ്. കാരണം വഞ്ചനയും വീഴുന്നുള്ള സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു നിങ്ങൾ സൂക്ഷിപ്പേ. देखिए, आदम का स्वभाव में गलती कबूल करने का स्वभाव नहीं. കാരണം ആദാമിന്റെ ഈ തെറ്റായ പാപത്തിൽ വീണ് കഴിഞ്ഞിട്ട് ഞാനാണ് കുറ്റക്കാരൻ പറയാനുള്ള ആ സ്വഭാവം ആ മനുഷ്യനില്ല. आज मंडली की पवित्र लोगों को एक गलती समझाएगा तो मैंने गलती हुआ करके कबूल करने के लिए आज मुझे सुनने वाले पवित्र लोगों को मैं पूछता हूँ, आज आपका गलती समझाएगा तो आपको गुस्सा आएगा, पर तुम मन फिरने का स्वभाव है क्या? अगर नहीं है तो अभी भी आप समझना, अभी भी आपका आदम्य स्वभाव से आप मुक्त नहीं हुआ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് വിശുദ്ധന്മാരോട് അവരെ തെറ്റായ എന്ത് തെറ്റായാലും നമ്മളോട് വചനപ്രകാരം അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ ഇന്ന് സഭയിൽ എത്ര പേരാണ് അയ്യോ അത് ശരിയാ, ഞാൻ ആ കുറ്റം ചെയ്ത് എന്നെ ക്ഷമ ചോദിക്കുന്നു എന്നുള്ള ഈ സ്വഭാവം എത്ര പേർക്കുണ്ട്. അത് ഇങ്ങനെ സ്വഭാവം ചെയ്യുന്നില്ലെങ്കിൽ, ചെയ്യാത്തോ അല്ലെങ്കിൽ മാനസാന്തരപ്പെടുന്ന ഒരു സ്വഭാവമേ ഇല്ലെങ്കിൽ, വിശുദ്ധന്മാരുടെ കാര്യമാണ് പറയണം കേട്ടോ, അവർ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിലും ഇപ്പോഴും ആ ആദാമ്യ സ്വഭാവത്തിലല്ല ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇപ്പോഴും നമ്മൾ ആ പഴയ ആദാമിന്റെ സ്വഭാവത്തിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മൾ രക്ഷിക്കപ്പെട്ടതാണോ? हम प्रभु यीशु मसीह में है तो निश्चय जानना हमारे से नहीं बोल सकते. എന്താ കാരണം ക്രിസ്തുയേശുവിൽ നമ്മൾ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരിക്കലും നമ്മൾ ഇങ്ങനെ ചെയ്യില്ല. हम हृदय से सच बोलना है. നമ്മൾ ഹൃദയം നിറഞ്ഞ് നമ്മൾ സത്യം പറയണം. अभी यहाँ पर आदम ने क्या किया? ഇവിടെ ആദാം എന്ത് ചെയ്തു? आदम ने अपने पाप को छिपाया. ആദാം അവന്റെ പാപത്തെ അവൻ ഒളിപ്പിച്ചു വെച്ചു. इतना ही नहीं, അത് മാത്രമല്ല प्रभु में भी दोष लगाया, हव्वा में भी दोष लगाया. അവൻ കർത്താവിനോട് തെറ്റുകൾ പറയും, കർത്താവിന്റെ തെറ്റും പറയുവാണ്, ഹവ്വാന്റെ തെറ്റും പറയുവാണ്. परमेश्वर पे भी दोष लगाने के लिए तक उनका मन इतना कठोर हो. അപ്പൊ ആദാമിന്റെ ഹൃദയം എത്ര വലിയ കഠോരത അവസ്ഥ അല്ലെങ്കിൽ കഠിനമായി മാറി ദൈവത്തിന്റെ കുറ്റങ്ങൾ പറഞ്ഞു കൊടുക്കുക. एक पाप मनुष्य का हृदय को कितना कठोर कर देता है. ഒരു പാപം പറഞ്ഞു കഴിഞ്ഞാൽ, പാപമുള്ള അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ ഹൃദയത്തിനെ എത്ര കല്ലായി കഠിനമാക്കി മാറ്റും. क्योंकि वो बोलता है कि तूने जो दिया पहला दोषी तू है. അപ്പൊ ആദാം എന്തോ പറയുന്നത്, കർത്താവ് നീ തന്ന ഈ സ്ത്രീ. അപ്പൊ കർത്താവിനോടാണ് ആദ്യം കുറ്റം ചുമക്കുന്നത്. പിന്നെ ഈ സ്ത്രീ എനിക്ക് തന്നു, ഞാൻ കഴിച്ചു. പിന്നെ സ്ത്രീനോടാണ് കുറ്റം, സ്ത്രീയുടെ മേളിലാണ് കുറ്റമിടുന്നത്. എന്റെ ഒരു തെറ്റുമല്ല, പകുതി തെറ്റ് നിങ്ങളുടേതാണ്, പകുതി തെറ്റ് സ്ത്രീയുടെയാണ്.
5% भी मेरा नहीं। അതിൽ നിന്ന് 5% പോലും എന്റെ തെറ്റാന്ന് പോലും സമ്മതിക്കാൻ അവൻ തയ്യാറല്ല. ईयोब एक अच्छा भक्त था। ഇയ്യോബ് എന്ന് പറഞ്ഞ നല്ലൊരു ഭക്തനായിരുന്നു. ईयोब का किताब में इसके बारे में एक शब्द आता है। ഇയ്യോബിനെ പറ്റി നമ്മൾ വായിക്കുവാണെങ്കിൽ നമ്മൾ വായിക്കുന്നത് ईयोब का किताब में इसके बारे में आदम के बारे में लिखा है। ഇയ്യോബിന്റെ പുസ്തകത്തിൽ നമ്മൾ ഈ ആദാമിനെ പറ്റിയിട്ട് നമ്മൾ വായിക്കുവാണെങ്കിൽ അവിടെ ഒരു കാര്യം നമ്മൾ വായിക്കുന്നത് ईयोब 31 का 33, ईयोब 31 का 33। ഇയ്യോബിന്റെ പുസ്തകം 31-ാം അധ്യായം അതിന്റെ 33-ാം വാക്യം. ജോബ് 31-33 31 अध्याय का 33 वचन। आपको वचन मिल रहा है ना? कल मेरे को अपना एक आंटी ने गवाह मतलब फोन करके बताया कि आप 2 बार मतलब बोलना। मैं 2 बार क्या 4 बार भी बोलेगा, क्योंकि आपको लिखना चाहिए। मुझे मालूम है कि मैं कल थोड़ा स्पीड में था, तो फिर भी मैं जरूर आज इसलिए मैं बहुत स्लो जा रहा हूँ, क्योंकि मैं सोचता है कि आप इन बातों को थोड़ा अच्छे से, क्योंकि ये बहुत गहरी बात है। बाइबल का हर एक वचन गहरा है। मैं आपको बताना चाहता हूँ, मैं थोड़ा गहराई में उतरेगा तो बहुत लोगों को फिर उस गहराई में उतरने के लिए कठिन हो जाएगा। प्रेज़ लॉर्ड। ओके, तो मैं आपको यहाँ पर ये वचन को पढ़ाना चाहता हूँ। യോബിന്റെ പുസ്തകം 31-ന്റെ 33-ാം വാക്യം. ജോബ് ചാപ്റ്റർ 31:33. ഞാൻ ആദാമിനെ പോലെ എന്റെ ലംഘനം മൂടി എന്റെ അകൃത്യം മാർവിടത്ത് മറച്ചു വെച്ചെങ്കിൽ मतलब मैंने आदाम के जैसा आप थोड़ा मतलब सॉरी ഞാൻ ആദാമിനെ പോലെ എന്റെ ലംഘനം മൂടി എന്റെ അകൃത്യം മാർവിൽ മറച്ചു വെച്ചെങ്കിൽ यदि मैं आदाम के समान अपना अपराध छिपाकर अपने अधर्म को ढांप लिया हो। तो अभी यहाँ पर मतलब यूब क्या बोलता है? ഇവിടെ ഇയ്യോബ് എന്താ പറയുന്നത്? आदम ने क्या किया? अपने अधर्म को ढक दिया। അവിടെ ആദാം എന്ത് ചെയ്തു? അവന്റെ അധർമ്മത്തെ അവൻ ഒളിപ്പിച്ചു വെച്ചു. अरे ईयोब ऐसा नहीं किया। ഇയ്യോബ് അങ്ങനെ ചെയ്തില്ല. ईयोब ऐसे नहीं किया, इसलिए उसको सच्चा भक्त प्रभु कहा। ഇയ്യോബ് ഇങ്ങനെ ചെയ്തില്ല, അതുകൊണ്ടാണ് നമുക്ക് അറിയുന്നത് ഇയ്യോബിനെ സത്യഭക്തനായത് കർത്താവിനോട് പറയുന്നത്. प्रभु उसके बारे में गवाही दिया ना, കർത്താവ് അവനെ പറ്റി സാക്ഷ്യം പറയുന്നുണ്ടല്ലോ. वो हर प्रकार कैसे व्यक्ति था? അവൻ എല്ലാ വിഷയത്തിലും എങ്ങനെ സ്വഭാവമുള്ള വ്യക്തിയായിരുന്നു? हर बुराई से दूर रहने वाला, എല്ലാ പ്രകാരമുള്ള തിന്മയിൽ നിന്ന് അവൻ ദൂരെയായിരുന്നു. आप देखिए प्रभु ने उसके बारे में गवाही दिया। ദൈവമാണ് അവനെ പറ്റി സാക്ഷ്യം പറയുന്നത്. उसका हमारा 8 वचन पहला अध्याय का 8 वचन. ഇയ്യോബിന്റെ പുസ്തകം 1:8. ജോബ് 1:8. യഹോവ സാത്താനോട് എന്റെ ദാസനായ ഇയ്യോബിനെ നീ ദൃഷ്ടി വെച്ചുവോ? അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ ആരുമില്ല എന്ന് ദൈവം അരുളി ചെയ്യുക, ദൈവം സാക്ഷ്യം പറയുക. यहोवा ने शैतान से पूछा, क्या तू मेरे दास इय्योब पर ध्यान दिया है? क्योंकि उसके तुल्य खरा और सीधा और मेरा भय मानने वाला और बुराई से दूर रहने वाला मनुष्य और कोई नहीं है। देखिए कितना सुंदर गवाही है, എത്ര നല്ല സാക്ഷ്യമല്ല ഇവിടെ. इसलिए इय्योब को बहुत हिम्मत के साथ वो लिख पाया, मैं आदम के जैसा मेरी गलतियों को मैंने नहीं ढका या ना छिपाया। അതുകൊണ്ട് ഇയ്യോബിന് നല്ല സാക്ഷ്യം പറയാൻ പറ്റുന്നത് ഞാൻ ആദാമിനെ പോലെ എന്റെ അധർമ്മത്തെ ഞാൻ ഒളിപ്പിച്ചു വെച്ചില്ല. हमारे जीवन में ऐसा हम कर पाएंगे क्या? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റുമോ? तो आदम ने क्या किया? അപ്പൊ ആദാം എന്ത് ചെയ്തു? आदम पहले बात छिपाया, ആദാം നോക്കുന്ന അവൻ ആദ്യം ഒളിപ്പിച്ചു. जबकि उसको प्रभु ने जो आज्ञा दिया था, കാരണം കർത്താവ് അവൻ ആദ്യം ആജ്ഞ കൊടുത്തപ്പോൾ उस आज्ञा को मैंने मूड दिया करके वो कबूल नहीं कर पाया. ആ കൽപ്പന അവന് ഒളിപ്പിച്ചു, കൽപ്പന അവന് കൊടുത്ത കാര്യം ലംഘിച്ചു എന്നുള്ള അവസ്ഥയിലുള്ള ആ കാര്യം സാക്ഷ്യം അവന് പറയാൻ പറ്റില്ല. हे प्रभु मेरे से मैं आज्ञा तोड़ दिया, प्रभु मुझे मेरे गलती हो गया, ऐसा कबूल नहीं किया. കാരണം കർത്താവ് എനിക്ക് കൽപ്പന തന്നു, അത് ഞാൻ ലംഘിച്ചു പോയി, അത് ഞാൻ പൊട്ടിച്ചു പോയി എന്നുള്ള സാക്ഷ്യം അവന് പറയാൻ പറ്റിയില്ല. प्रियो, आज हमारे जीवन में हम कोई प्रभु का वचन, प्रभु का नियम को तोड़ता है क्या? ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നോക്കുമ്പോൾ കർത്താവിന്റെ ഈ വചനം നമ്മുടെ സന്നിധിയിൽ വരുമ്പോൾ അതിനെ പൊട്ടിച്ചില്ലയോ എന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? आज बहुत लोग शायद वचन की अज्ञानता से कारण हो सकता है, बहुत बातों में वचन तोड़ करके अपना इच्छा पूरा करके आगे बढ़ता है. ഇന്ന് നമ്മൾ അനേക വിശ്വാസികളുടെ സ്വഭാവം കണ്ട് അറിഞ്ഞോ അറിയാതെ അവർ വചന വിരുദ്ധമായിട്ടുള്ള സ്വഭാവങ്ങൾ അവർ ചെയ്യാറുണ്ട്. अगर प्रभु हमारे जीवन को देख करके आज क्या गवाही देगा? കാരണം ദൈവം നമ്മുടെ ജീവിതത്തെ കണ്ടു കഴിഞ്ഞിട്ട് കർത്താവ് എന്ത് സാക്ഷ്യം പറയും? प्रभु ने देखा तो आदम ने प्रभु का नियम को तोड़ दिया. കർത്താവ് ആദാമിൽ കണ്ടപ്പോൾ ആദാം എന്ത് ചെയ്തിരിക്കുക? ദൈവം തന്ന കൽപ്പനകൾ അവൻ ലംഘിച്ചു. आज प्रभु मेरा मुझे और आपको देखता है तो हमें प्रभु ने दिया हुआ कोई आज्ञा तोड़ करके हमारे जीवन है क्या? ഇന്ന് ദൈവം നമ്മുടെ വിഷയത്തിൽ ദൈവം നമ്മളെ നോക്കുവാണെങ്കിൽ, ശോധന ചെയ്യുവാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും കർത്താവിന്റെ ആലോചനയോ കൽപ്പനകളോ നമ്മൾ അതിനെ ലംഘിച്ചിട്ടുണ്ടോ?
अगर थोड़ा भी ध्यान करेगा तो एक नहीं कई आज्ञाओं को तोड़ करके चलने वाला एक जीवन रहेगा, बहुत लोगों का। നമ്മൾ ശരിക്കും ശ്രദ്ധിക്കുവാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒന്നോ രണ്ടോ കാര്യങ്ങളല്ല, ഒത്തിരി കാര്യങ്ങൾ നമ്മൾ വഞ്ചനയിൽ വീണിട്ടുണ്ട്. നമ്മൾ അവർ കർത്താവിന്റെ വചനത്തിനെ നമ്മൾ ലംഘിച്ചിട്ടുണ്ടല്ലോ. ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. मैं एक बात होशिया नबी से आपको पढ़ाना चाहता हूँ। ഞാൻ ഹോശേയ പുസ്തകത്തിൽ നിന്ന് ഒരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നത്. होशिया 6 अध्याय का 7 वचन। ഹോശേയ പുസ്തകം അതിന്റെ 6:7. आप देखिए यहाँ पर इसराइल के बारे में प्रभु क्या गवाही दे रहा है। ഹോശേയ 6:7 वहां पर क्या गवाही देता है? അവിടെ എന്താ സാക്ഷ്യം പറയുന്നത്? देखिए 6 अध्याय का 7 वचन में, എന്നാൽ അവർ ആദാം എന്ന പോലെ നിയമത്തെ ലംഘിച്ചു. അവർ ആദാം എന്ന പോലെ നിയമത്തെ ലംഘിച്ചു, അവർ എന്നോട് വിശ്വാസപാതകം ചെയ്തിരിക്കുന്നു. परंतु उन लोगों ने आदम के समान वाचा को तोड़ दिया, उन्होंने वहाँ मुझे विश्वासघात किया है. विश्वास योग्य परमेश्वर के सामने विश्वासघाती लोगों का झुंड को प्रभु कैसे सहेगा? प्रिय, വിശ്വാസം നിറഞ്ഞുള്ള വിശ്വാസത്തിൽ ഉള്ള കർത്താവായ യേശുക്രിസ്തു ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വാസമില്ലാതെ അല്ലെങ്കിൽ വിശ്വാസം ത്യജിക്കുന്ന ഒരു കൂട്ടരുടെ കർത്താവ് എങ്ങനെ അവരെ സഹിക്കും? प्रियो, परमेश्वर का नियम तोड़ेगा तो प्रभु कभी भी सह नहीं सकता. കാരണം കർത്താവിന്റെ ആലോചനയും കൽപ്പനയും പൊട്ടിച്ചു കഴിഞ്ഞാൽ, അതിൽ ലംഘിച്ചാൽ കർത്താവ് അത് സഹിക്കില്ല. प्रभु अपने नियमों को कभी नहीं तोड़ेगा. കർത്താവ് അവന്റെ ആലോചനയും കൽപ്പനയും ഒരിക്കലും അവർ ലംഘിക്കത്തില്ല, പൊട്ടിക്കത്തില്ല. मैं इस कारण प्रभु का वचन से आपको इतना गौर देना चाहता हूँ. അതുകൊണ്ട് ഞാൻ വചനപ്രകാരമായിട്ട് ആഴമായിട്ട് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. क्योंकि ये बात साधारण लोगों को थोड़ा समझने के लिए थोड़ा कठिन है. കാരണം ഈ ഇങ്ങനെ കാര്യങ്ങളൊക്കെ സാധാരണക്കാർ ആൾക്കാരോട് പറയുമ്പോൾ അവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. प्रियो, हमारे जीवन में हम अगर प्रभु का उन नियमों को, प्रभु हमारे परमेश्वर नियम के परमेश्वर, नियम का परमेश्वर, നമുക്കറിയാം നമ്മുടെ കർത്താവ് എന്ന് പറയുമ്പോൾ അവൻ നിയമം അല്ലെങ്കിൽ കൽപ്പനയുടെ ദൈവം ഓരോരോ നിയമത്തിന്റെ ദൈവമാണ്. देखिए यहाँ पर मैं एक बात आपको बताना चाहता हूँ, प्रभु अपना नियम को कभी नहीं तोड़ेगा. കർത്താവ് ഒരിക്കലും അവന്റെ നിയമത്തെ അവൻ ലംഘിക്കില്ല. आप 89 अध्याय का 34 वचन पढ़ेंगे तो സങ്കീർത്തനം 89:34 നമ്മൾ വായിക്കുവാണെങ്കിൽ, Psalms 89:34 ये वचन बोलता है, ഞാൻ എന്റെ നിയമത്തെ ലംഘിക്കുകയോ എന്റെ അതിരിൽ നിന്നും പുറപ്പെട്ടതിന് ഭേദം വരുത്തുകയോ ചെയ്യുകയില്ല. मैं अपनी वाचा न तोड़ूंगा और जो मेरे मुंह से निकल चुका है उसे न बदलूंगा. आपको समझ में आया? प्रभु का उस नियम को, प्रभु अपना नियम को कभी नहीं तोड़ेगा. കർത്താവിന്റെ നിയമത്തെ ഒരിക്കലും ലംഘിക്കില്ല. इसलिए मैं आपको बताया, प्रभु में आने के बाद में प्रभु का वचन हमें जानना कितना जरूरी बात है. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നമ്മൾ കർത്താവിൽ വന്നു കഴിഞ്ഞാൽ കർത്താവിന്റെ വചനത്തിന് എത്ര ആഴമായിട്ട് നമ്മൾ അറിയണം. वचन को ना जान करके, प्रभु की व्यवस्था को ना जान करके हम कितना भी अच्छा काम भी करें, उसमें प्रभु सजा भी देते बिना नहीं रहेगा. അതുകൊണ്ട് കർത്താവിന്റെ വചനം അറിയാതെ, കർത്താവിന്റെ അല്ലെങ്കിൽ ന്യായപ്രമാണം നമുക്ക് ശരിക്കും അറിയാതെ നമ്മൾ ചെയ്യുവാണെങ്കിൽ അതിൽ കാരണം വരുന്ന എല്ലാ ശിക്ഷാവിധി കർത്താവ് നമുക്ക് തരും. एक बात मैं आपको बताना चाहता हूँ. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, मानो एक बार आपको मालूम है कि दावीद संदूक लाने के लिए चाहा, संदूक अपने बीच में, प्रभु के लोगों के बीच में लाना ये प्रभु का भी हित है, परंतु उनका रीति दावीद ने जो अपनाया वो परमेश्वर का नियम के अनुसार नहीं था. നമുക്കറിയാം ദാവീദും കർത്താവിന്റെ ആ ടാബർനാക്കിൾ അതിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം ജനങ്ങളുടെ ഇടയിൽ കൊണ്ടുവരാൻ വലിയ ആഗ്രഹം ഉണ്ടാകും. ദൈവത്തിനും ആ ടാബർനാക്കിൾ മനുഷ്യന്റെ ഇടയിൽ നിൽക്കണം എന്നുള്ള ആഗ്രഹം എത്ര വലിയ നല്ല ആഗ്രഹമായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ ഹിതം അനുസരിച്ചല്ല ദാവീദ് ചെയ്തത്. तो क्या हुआ? അപ്പൊ എന്ത് പറ്റി? आपको मानो याद दिलाता हूँ, पहला इतिहास की 15 अध्याय उसका 13 वचन है. पहला इतिहास 15 अध्याय का 13 वचन. फर्स्ट क्रॉनिकल चैप्टर 15 verse 13. ദിനവൃത്താന്തം 15:13. क्योंकि पिछली बार तुमने उसको न उठाया था, इस कारण हमारा परमेश्वर यहोवा हम पर टूट पड़ा, क्योंकि हम उसकी खोज में नियम के अनुसार न लगे थे. देखा वहां पर दावीद गवाही देता है, हम नियमानुसार वो काम नहीं करने के कारण परमेश्वर का क्रोध हम पर पड़ा. ഇവിടെ നമ്മൾ വായിക്കുന്നത് ദാവീദ് പറയുവാണ്, കഴിഞ്ഞ പ്രയാസം നമ്മൾ എന്ത് ചെയ്തു, കർത്താവിന്റെ ആലോചന എന്താണ്, കർത്താവ് നിയമം എന്താണ് അറിയാതെ നമ്മൾ തെറ്റ് ചെയ്തു പോയി, അതുകൊണ്ട് ദൈവത്തിന്റെ ക്രോധം നമ്മുടെ മേളിൽ വീണു. अभी उन्होंने बहुत अच्छा काम किया. ദാവീദ് ചെയ്തത് നല്ല ഉദ്ദേശത്തോടെ നല്ല കാര്യമാണ് ചെയ്തത്. बहुत स्टैंडर्ड रीति में किया.
സ്റ്റാൻഡേർഡ് എന്ന് ഓ, പറഞ്ഞാൽ നല്ല രീതിയിൽ നല്ല സ്റ്റാൻഡേർഡുള്ള നല്ല വൃത്തിയോടെ എല്ലാ കാര്യങ്ങൾ ശ്രദ്ധയോടെ ചെയ്തു. आधुनिक दुनिया की स्टैंडर्ड के अनुसार एकदम अभी आज बैलगाड़ी में चलना मतलब ये नहीं फ्लाइट में चलना चाहिए स्टैंडर्ड. അത് ഇന്നത്തെ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് കാളവണ്ടിയിലല്ല പോകുന്നത്, നമ്മൾ ഫ്ലൈറ്റിലാണ് പോകുന്നത്. प्रेज गॉड. ऐसा उस समय में दावीद को क्या लेगा, कंधे पर क्या ले जाने का, बैलगाड़ी. उस समय का गाड़ी बैलगाड़ी स्टाइल मतलब दुनिया का वो आधुनिक दुनिया का उस समय के स्टैंडर्ड के अनुसार वो स्टैंडर्ड अपनाया. അപ്പൊ ആ സമയത്തുള്ള ഏറ്റവും നല്ല രീതി പറഞ്ഞു. നമുക്കറിയാം ഈ ടാബർനാക്കിൾ കൊണ്ടുവന്നത് ജനങ്ങൾ തോളത്തിൽ വഹിച്ചുകൊണ്ടാണ് അത് കൊണ്ടുവന്നത്. എന്നാൽ അങ്ങനെ വേണം, നല്ല രീതി, നല്ല സ്റ്റാൻഡേർഡ്. ആ സമയത്തുള്ള ഏറ്റവും മോഡേൺ രീതി എന്തായിരുന്നു? കാളവണ്ടി. ആ കാളവണ്ടിയിൽ കൊണ്ടുപോകാന്നുള്ള നല്ല ആഗ്രഹത്തോടാണ്, ശ്രദ്ധയോടെ എല്ലാം നല്ലതായിട്ട് ചെയ്തു. हम थोड़ा देखेगा. നമുക്ക് വേണമെങ്കിൽ നമുക്ക് കാണാം. दूसरा शामुएल 6 अध्याय 2 ശമൂവേൽ 6 അധ്യായം 6 अध्याय का 3 वचन. 6:3 2 शमूएल 6:3. तब उन्होंने परमेश्वर का संदूक एक नई गाड़ी पर चढ़ाकर टीले पर रखने वाले अबीनादाब के घर से निकाला. देखा अभी क्या किया ये, മലയാളത്തിൽ വായിക്കും. അവർ ദൈവത്തിന്റെ പെട്ടകം ഒരു പുതിയ വണ്ടിയിൽ കയറ്റി കുന്നിന്മേലുള്ള അബീനാദാബിന്റെ വീട്ടിൽ നിന്നും കൊണ്ടുവന്നു. अब देखिए एक नया ऐसा पुराना गाड़ी भी नहीं, एकदम नया गाड़ी. അപ്പൊ കർത്താവിന്റെ പെട്ടകം അവർ എന്ത് ചെയ്തു? ഒരു പുതിയ വണ്ടിയിലാണ് വെച്ചത്. പഴയ വണ്ടിയല്ല, പുതിയ വണ്ടിയിൽ അവർ എടുത്തു. अगर आप ये चरित्र को अगर पढ़ेगा तो നമ്മൾ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട്, നമ്മൾ ഹിസ്റ്ററി സ്റ്റോറി വായിക്കുവാണെങ്കിൽ जब पहला इतिहास 13 अध्याय का 1-2 वचन में हम देखते हैं कि प्रभु से नहीं पूछा, वो और लोगों से उन्होंने पूछा, ट्राई लिया. നമ്മൾ 1 ദിനവൃത്താന്തം 13-ന്റെ 1-2 വാക്യം നമ്മൾ വായിക്കുവാണെങ്കിൽ ഫസ്റ്റ് ക്രോണിക്കൽസ് ചാപ്റ്റർ 13 verse 1 and 2 അവിടെ ദാവീദ് ദൈവത്തോടല്ല ചോദിച്ചത്, അവന് പ്രജയിൽ നിന്ന്, അവർ ജനങ്ങളിൽ നിന്ന് ബുദ്ധിമാന്മാരെ വിളിച്ചിട്ട് അവരിൽ നിന്ന് ചോദിക്കുവാണ് നമ്മൾ എങ്ങനെ കർത്താവിനെ പെട്ടകത്തെ കൊണ്ടുപോകണമെന്ന്. प्रभु की आलोचना, प्रभु की कोई भी काम करने के टाइम पर हम बुद्धिमानों की उसकी आलोचना लेगा तो भी वामर्दों है. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിന്റെ കാര്യം, കർത്താവിന്റെ ഹൃദയ ആഗ്രഹങ്ങൾ നമ്മൾ ലോകത്തിന്റെ ബുദ്ധിമാന്മാരോട് ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഇടയിലുള്ള ബുദ്ധിമാന്മാരോട് ചോദിച്ചാലും അത് ശരിയാകത്തില്ല. मुझे कोई भी बात का संदेह है तो मैं कोई बड़े बड़े ज्ञानियों को नहीं पूछता, प्रभु को पूछता. അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും വിഷയം, സന്ദേഹമല്ല വിഷയം, ഡൗട്ട് എന്തെങ്കിലും ആണെങ്കിൽ ഞാൻ ജ്ഞാനികളോടല്ല ഞാൻ ചോദിക്കുന്നത്, കർത്താവിനോടാണ് ചോദിക്കുന്നത്. क्योंकि वेद ज्ञानी बोल के मेरे को ये दुनिया में कोई नहीं मिला. കാരണം വചനജ്ഞാനിയായ ഈ ലോകത്തിൽ ഇത്ര വലിയ ജ്ഞാനവാനായിട്ട് ഞാൻ ലോകത്തിൽ നോക്കിയിട്ട് ഇതുവരെ ഞാൻ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. Praise the Lord. सबसे बड़ी बात है हम कोई भी डाउट है तो हम प्रभु को पूछ रहे हैं. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ആദ്യമായിട്ട് നമുക്ക് എന്ത് സന്ദേഹം, എന്ത് വിഷയം വരുമ്പോൾ നമ്മൾ ആദ്യം കർത്താവിനോടാണ് ചോദിക്കുന്നത്. प्रभु बराबर हो बताएगा. കർത്താവ് ശരിക്കും നമ്മളോട് സംസാരിച്ചു തരും. प्रभु बोलते हैं ना, मुझसे सीखो, क्या मुझको सीखो. കർത്താവ് പറയുന്നത് എന്താ? എന്നെ നിന്ന് വന്ന് പഠിക്കുക. अभी यहाँ पर भी हम 13 अध्याय, पहला इतिहास 13 अध्याय का पहला वचन पढ़ने से भी काफी है. 1 ദിനവൃത്താന്തം 13:1 നമ്മൾ വായിക്കുമ്പോൾ ഫസ്റ്റ് ക്രോണിക്കൽസ് 13:1 दावीद ने सहस्त्रपतियों, शतपतियों और सब प्रधानों से सलाह ली. देखा दावीद प्रभु का हृदय का जैसा दावीद है. നമുക്കറിയാം, ദാവീദ് പറഞ്ഞ ദൈവത്തിന്റെ ഹൃദയം പോലെ ആണല്ലോ ദാവീദ്, അറിയുന്നവനാണല്ലോ, हृदय प्रकार ഹൃദയപ്രകാരമുള്ള ദാവീദ്. देखो ऐसा लोग भी गलती कर सकता है. ഇങ്ങനെ മനസ്സുള്ള ഇത്രയും കർത്താവുമായിട്ട് അടുത്തിരിക്കുന്ന ദാവീദിന് പോലും തെറ്റ് ചെയ്യാൻ പറ്റും. इसलिए प्रियो इसलिए बोलता है कि जो खड़ा है वो गिरने के लिए कोई भी बात पर हम कभी भी गिर सकता है. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏത് നിലയിൽ നമ്മൾ നിൽക്കുകയാണെന്ന് നമ്മൾ വിചാരിച്ചാൽ നമ്മൾ വീഴാൻ സാധ്യത ഉണ്ടെന്നാണ് അതോടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. प्रभु को पूछना चाहिए या प्रभु का वचन इसके बारे में क्या कहता है वो ढूंढना चाहिए. पर तो दावीद यहाँ ऐसा नहीं किया. കാരണം ദൈവത്തോട് ആലോചന ചോദിക്കേണ്ട പകരം ദാവീദ് അവിടെ ദൈവത്തിനോടല്ല ചോദിച്ചത്, അവൻ ജനങ്ങളോട് ചോദിച്ചു. वो जो भी काम करने जा रहा है वो प्रभु का हित के अनुसार का काम है, अच्छा काम है, प्रभु मानने वाला काम है, पर उसका भी एक व्यवस्था है. എന്നാൽ കർത്താവ് നമ്മൾ ഈ വിധം ദൈവത്തിന്റെ കാര്യമാണ് ചെയ്യുന്നത്, ദൈവത്തിന്റെ ഹിതമനുസരിച്ച് ദൈവത്തിന്റെ ഹൃദയ ആഗ്രഹമുള്ള ഒരു കാര്യമാണ്. എന്നാൽ അത് ചെയ്യുമ്പോഴും അതായത് അതിന് നിയമമുണ്ട്. परंतु यहाँ पर क्या हुआ? എന്നാൽ ഇവിടെ എന്ത് പറ്റി? उन्होंने वापस एक बार पढ़ना उसको. दाऊद ने सहस्त्रपतियों, സഹസ്രാധികളെയും शतपतियों शतापतियों और सब प्रधानों से सलाह सब ली. प्रधानों से सलाह ली. അവരുടെ എല്ലാ അധികാരിയോടും മൂപ്പന്മാരോടും അവൻ ചോദിച്ചു. तो इसलिए क्या हो गया? उन्होंने परमेश्वर का नियम को तोड़ दिया. അതിന്റെ അർത്ഥം കർത്താവിന്റെ ആലോചന, കർത്താവിന്റെ നിയമത്തെ അവൻ പൊട്ടിലംഘിച്ചു. जातियों का रीति को अपनाया. അവൻ ജാതികളുടെ രീതിയിൽ അവർ സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തി ചെയ്തു.
क्योंकि ये जो बैलगाड़ी में भेजने वाला काम जाति लोग किया था. കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ ഈ കാളവണ്ടിയിൽ അല്ലെങ്കിൽ പുതിയ വണ്ടിയിൽ ഈ സന്ദൂകത്തെ കൊണ്ടുപോകുന്നുള്ള കാര്യം ഇത് ആദ്യം ജാതികളായിരുന്നു ചെയ്തത്. वो जाति लोगों ने किया हुआ वो बातों को नया गाड़ी में बदला. इतना ही दावीद ने किया. ജാതികൾ ചെയ്തത് ആ വണ്ടി കൊണ്ടുവന്ന വണ്ടീനെ പുതിയ വണ്ടി ആക്കിയുള്ളൂ. ഇത്ര മാത്രം ദാവീദ് മാറ്റങ്ങൾ ചെയ്തേ ഉള്ളൂ. परंतु वचन में व्यवस्था दिया. എന്നാൽ വചനത്തിൽ നമ്മൾ അതിന്റെ കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം ക്രമം അതിൽ എഴുതിയിട്ടുണ്ട്. प्रभु का संदूक कौन लाना? കർത്താവിന്റെ ആ സന്ദൂകം ആ ടാബർനാക്കിൾ ആരാ കൊണ്ടുവരണ്ടേ? गणना का किताब उसका 7 अध्याय उसका 9 वचन पढ़ा. നമ്പേഴ്സ് സംഖ്യാ പുസ്തകം അതിന്റെ 9-ാം അധ്യായം അതിന്റെ 7-ാം അധ്യായം 9-ാം വാക്യം. 7 अध्याय का 9 वचन है. आप लोग बहुत ध्यान से सुनना क्योंकि 7:9 यहाँ तक आ गया तो आपको वो भी बात बोल देता है. नंबर 7:9 पढ़िएगा. परंतु कहातियों को उसने कुछ न दिया, क्योंकि उनके लिए पवित्र वस्तु की यह सेवकाई थी कि वे उसे अपने कंधों पर उठा लिया करे. देखा, मतलब कहातियों का काम था. लेवी गोत्रों में कहातियों का काम था वो मतलब संदूक को कंधे पर लेकर जाना. നമ്മള് ലേവി ഗോത്രത്തിലുള്ള കാത്തിന്റെ അവരുടെ ആ ഗോത്രത്തിന്റെ ചുമതലയായിരുന്നു അവരെന്ത് ചെയ്യണം, ആ ടാബർനാക്കിളിനെ തോളത്തിൽ വഹിച്ചുകൊണ്ട് കൊണ്ടുവരണം. उसका 4 का 15 में भी देख सकते हैं. 4:15 नंबर्स 4:15. और जब हारून और उसके पुत्र छावनी के कूच के समय पवित्र स्थान और उसके सारे सामान को ढांप चुके, तब उसके बाद कहाती उसके उठाने के लिए आए, पर किसी पवित्र वस्तु को न छुए, कहीं ऐसा न हो कि मर जाए. देखिए, कहातियों को छोड़ करके इन बातों को ले जाने के लिए और किसी को भी परमिशन नहीं. അപ്പൊ കാത്തിന്റെ ആ വർഗത്തെ അവർ മാത്രം ഇത് ചുമതല പിടിക്കണം. ഇതല്ലാതെ വേറെ ആർക്കും ഒരു കാര്യങ്ങൾ തൊടാനുള്ള പെർമിഷൻ അവർക്കില്ല. क्या देखता है ഇവിടെ നമ്മൾ എന്തുവാ കാണുന്നത്? दावीद ने मतलब यहाँ पर प्रभु को ना पूछ करके गलती किया. ദാവീദ് ഇവിടെ ദൈവത്തോട് ആലോചന ചോദിക്കാത്ത ആ വലിയൊരു തെറ്റ് ചെയ്തു. तो अभी हमारे जीवन में हमें इस बात को इसलिए जानना है कि प्रभु हमारा परमेश्वर नेम का परमेश्वर है. नेम तोड़ेगा तो प्रभु नहीं छोड़ेगा. അതുകൊണ്ട് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ കർത്താവ് എന്ന് പറഞ്ഞാൽ നിയമത്തിന്റെ കർത്താവാണ്. ആ നിയമത്തിനെ ലംഘിച്ചാൽ കർത്താവ് നമ്മളെ വിടില്ല. आपको मालूम है ये परमेश्वर का वचन का महत्व क्या है? നിങ്ങൾക്കറിയോ കർത്താവിന്റെ ഈ വചനത്തിന്റെ ഈ അതിന്റെ ആഴങ്ങളുടെ കാര്യം മഹത്വം എന്താണെന്ന്? प्रियो, अगर इस प्रभु का वचन को प्रभु ने कितना महत्व दिया वो महत्व हमें भी देना चाहिए. കാരണം ഈ വചനത്തിന് കർത്താവ് എത്ര മൂല്യത മഹത്വം കൊടുത്തിട്ടുണ്ട് അത്രയും മൂല്യത മഹത്വം നമ്മൾ കൊടുക്കണ്ടേ? आज भी बहुत लोग प्रभु का वचन सुनने के समय में या ये प्रभु का वचन का महत्व ना जान करके उसको तुच्छ करता है. ഇന്ന് അനേകർ കർത്താവിന്റെ വചനം കേൾക്കുമ്പോൾ കർത്താവിന്റെ വചനത്തിന് എത്ര മൂല്യത കൊടുക്കണം ആ മൂല്യത കൊടുക്കാതെ അതിന് നിന്ദിക്കുവാണ്. एक बात आपको बताओ, ഞാൻ ഒരു കാര്യം പറയുന്നത്, प्रियो, इस वचन की तुल्य और कुछ भी नहीं. ഈ വചനത്തിന്റെ തുല്യതയിൽ വേറെ ഒന്നുമില്ല. आप देखिए, अगर ये वचन पढ़ेगा तो आपका और भी प्रकाश आपको मिलेगा. കാരണം ഈ വചനത്തെ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ കർത്താവ് ഇനിയും നിങ്ങൾക്ക് പ്രകാശം തരും. 138 का 2 138 2-ാം വാക്യം, 138:2. उसका आखिरी बात, क्योंकि तूने अपने वचन को अपने बड़े नाम से अधिक महत्व दिया है. देखा है നിന്റെ നാമത്തിന് മീതെയൊക്കെയും നീ നിന്റെ വാഗ്ദാനം വചനം ഭംഗിപ്പെടുത്തിയിരിക്കുന്നു. देखिए, यहाँ पर एक बात को जानना, ഇവിടെ നമ്മൾ ഒരു കാര്യം അറിയേണ്ടത്, ഇവിടെ प्रभु के नाम से बढ़ करके प्रभु ने उसका वचन को महत्व दिया है. കർത്താവ് നാമത്തെക്കാളും കർത്താവ് അവന്റെ വചനത്തിനെയാണ് മഹത്വം കൊടുത്തിരിക്കുന്നത്. ആമേൻ. प्रियो, जब आदम प्रभु का वचन को तोड़ दिया तो इतना भयानक अवस्था है. കാരണം ആദാമിനെ കർത്താവിന്റെ വചനത്തിനെ ലംഘിച്ചപ്പോൾ അത് എത്ര വലിയ ദുഃഖമുള്ള അവസ്ഥയാണ് വന്നത്. हमारे जीवन में प्रभु के वचन को मानना, നമ്മുടെ ജീവിതത്തിൽ വചനത്തിനെ നമ്മൾ സ്വീകരിക്കണം, നമ്മൾ അതിനനുസരിക്കണം. इस वचन के अनुसार हमारा जीवन होना. ഈ വചനത്തിന്റെ അനുസരണത്തിലാണ് നമ്മൾ വചനം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നടക്കേണ്ടത്. आज भी हम देखते हैं कि वचन के प्रति लोगों का भूख प्यास बहुत कम होते जा रहा है. ഇന്ന് നമ്മുടെ ജീവിതം നോക്കുമ്പോൾ വചനത്തിന് വേണ്ടിയിട്ടുള്ള ദാഹവും വിശപ്പും കുറഞ്ഞുകൊണ്ടിരിക്കുക. आप देखना, ये वचन का इतना श्रेष्ठता के एक और कारण में आपको बताऊं. കാരണം ഈ വചനത്തിന്റെ ശ്രേഷ്ഠത, ഇതിന്റെ മൂല്യതയെ പറ്റി ഒരു കാര്യങ്ങളും ഇപ്പൊ വായിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം हमारा पिता या परमेश्वर स्वर्ग में है, കാരണം നമ്മുടെ ദൈവം സ്വർഗത്തിലാണ്, और ये वचन भी स्वर्ग में है. വചനവും സ്വർഗത്തിലാണ്. इस तरह आपको ये जानना है कि इसका मतलब वचन का पवित्रता ही वचन को स्वर्ग में रहने का योग्य बनाया. കാരണം വചനത്തിന്റെ ആ വിശുദ്ധി അല്ലെങ്കിൽ അതിന്റെ പവിത്രത, വിശുദ്ധി അവസ്ഥ എന്ന് പറഞ്ഞാൽ വിശുദ്ധ കാര്യമല്ല, ആ സ്വർഗത്തിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്, അതുകൊണ്ട് വിശുദ്ധമാണ്. 119 का 18 है. 119
उसका 89 है 119 യഹോവേ നിന്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. യഹോവേ നിന്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. हे यहोवा तेरा वचन आकाश में सदा तक स्थिर रहता है. देखो प्रभु का वचन स्वर्ग में हमेशा के लिए स्थिर है. നമുക്കറിയാം കർത്താവിന്റെ വചനം എപ്പോഴും സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്നു. इसका मतलब एक व्यक्ति अगर प्रभु की सम्मान करता है तो वो क्या करना चाहिए? അതുകൊണ്ട് ഒരു വ്യക്തി കർത്താവിനെ ആദരിക്കുകയാണെങ്കിൽ അവൻ എന്ത് ചെയ്യണം? प्रभु के वचन मानना चाहिए. കർത്താവിന്റെ വചനത്തിന് അനുസരിച്ചാൽ മതി. जब प्रभु के वचन अगर नहीं मानता, കർത്താവിന്റെ വചനത്തെ അനുസരിക്കുന്നില്ലെങ്കിൽ इसका मतलब അതിനർത്ഥം वो प्रभु को तुच्छ करता है. അവൻ കർത്താവിനെ നിന്ദിക്കുക. प्रभु को तुच्छ करता കർത്താവിനെ അവൻ നിന്ദിക്കുക. है. अगर हम प्रभु का वचन ना मान करके हम अपनी मनमानी करते रहेगा तो हम क्या होगा? हम निंदित हो जाएंगे. കാരണം നമ്മൾ കർത്താവിന്റെ വചനത്തിനെ നമ്മൾ മാനിക്കുന്നില്ലെങ്കിൽ നമ്മൾ സ്വന്തം ഇഷ്ടത്തെ ചെയ്യുവാണെങ്കിൽ ദൈവം നമ്മളെ നിന്ദിക്കും. प्रियो एक विजय मसीह जीवन बिताना है तो हम प्रभु का सत्य वचन में बना रहना है. അതുകൊണ്ട് നമുക്ക് ഒരു വിജയകരമായ ക്രിസ്തീയ ജീവിതം നമുക്ക് ജീവിക്കുവാണെങ്കിൽ ക്രിസ്തുവിന്റെ വചനത്തിൽ നമുക്ക് അനുസരിച്ച് ജീവിക്കണം. आपको मालूम है एली वो परिवार प्रभु की सेवा करना चाहिए था. നമ്മൾ നോക്കുമ്പോൾ ഏലിയുടെ കുടുംബം അവർ കർത്താവിനെ സേവിക്കേണ്ടതായിരുന്നു. वो एक लेवी गोत्र का याजक होने के लिए नियुक्त गोत्र था, वर्ग था. കാരണം അവരെന്ന് പറഞ്ഞാൽ ലേവി ഗോത്രം എന്ന് പറഞ്ഞാൽ അവര് ഏലി എന്ന് പറഞ്ഞാൽ അവര് ലേവി ഗോത്രത്തിലുള്ളവരായിരുന്നു. കർത്താവിന് വേണ്ടി സേവിക്കാൻ വേണ്ടിയിട്ട് നിയുക്തം പ്രാപിച്ചവരായിരുന്നു. फिर भी എന്നിട്ടും वो प्रभु के वचन पर बना नहीं रहा. അവർ കർത്താവിന്റെ വചനത്തിൽ അവർ നിലനിന്നില്ല. उस वचन का निंदा किया. ആ വചനത്തിന് അവർ നിന്ദിച്ചു. इसलिए क्या हुआ? അതിന് എന്ത് പറ്റി? जब पहला शामुएल 2 अध्याय का 30 वचन की आखिरी में लिखा है 1 ശമൂവേൽ 2:30 ഫസ്റ്റ് ശമൂവേൽ ചാപ്റ്റർ 2:30 അതിന്റെ അവസാന ഭാഗത്തിൽ എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതരാകും. क्योंकि जो मेरा आदर करे मैं उनका आदर करूंगा और जो मुझे तुच्छ जाने वे छोटे समझे जाएंगे. ये खतरनाक बात है. ഇതൊരു എത്ര വലിയ അവസ്ഥയാണെന്ന് നമുക്ക് മനസ്സിലാക്കണം. हमारे जीवन में जो प्रभु की आदर करेगा, ദൈവത്തെ ആര് മാനിക്കുന്നോ प्रभु की आदर करने का मतलब प्रभु का बात मानेगा. കർത്താവിനെ ആദരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിന്റെ വചനത്തെ അനുസരിക്കുവാണ്. ആമേൻ. प्रभु की आदर करना, കർത്താവിനെ മാനിക്കണം. आपको मालूम है जब इस्राएल लोगों को बोलने के समय में मलाकी के किताब में प्रभु उनको पूछने वाले एक बात है. मलाकी 1 अध्याय का 6 वचन. നമുക്കറിയാം മലാക്കി പുസ്തകത്തിൽ ഇസ്രായേലിനോട് സംസാരിക്കുമ്പോൾ അവരോട് കർത്താവ് ചോദിക്കുന്ന കാര്യമാണ് മലാക്കി 1:6. मलाकी 1:6 1 अध्याय का 6 वचन. 1 അധ്യായം അതിന്റെ 6 വാക്യം. മകൻ അപ്പനെയും ദാസൻ യജമാനെയും ബഹുമാനിക്കേണ്ടതല്ലോ. ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? ഞാൻ യജമാനെങ്കിൽ എന്നോടുള്ള ഭക്തി എവിടെ എന്ന് സൈന്യങ്ങളുടെ യഹോവ അവന്റെ നാമത്തെ തുച്ഛീകരിക്കുന്ന പുരോഹിതന്മാരെ നിങ്ങളോട് ചോദിക്കുന്നു. पुत्र पिता का और दास स्वामी का आदर करता है. यदि मैं पिता हूँ तो मेरा आदर कहाँ है? कहा देखो प्रभु का सवाल का जवाब देना चाहिए था. കർത്താവിന്റെ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് നമ്മള് आज हम लोगों को खास करके अब्बा पिता कहने के लिए पुत्र की आत्मा मिला. ഇന്ന് നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രത്യേകത പറഞ്ഞാൽ നമുക്ക് അബ്ബാ പിതാവേ എന്ന് വിളിക്കാനുള്ള പുത്രത്വത്തിന്റെ ആത്മ നമുക്ക് കിട്ടിയിട്ടുണ്ട്. पुराना नियम के लोगों को ऐसा नहीं मिला. പഴയ നിയമത്തിൽ ഇങ്ങനെ ഇല്ലായിരുന്നു. लेकिन मैं एक बात आपको बताना चाहता हूँ. आज हम अब्बा पिता कहता है परंतु वो पिता का बात हम कहाँ तक मानते हैं? ये वचन हमारे लिए बहुत गहरा है. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് ദൈവത്തെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുമ്പോൾ ഈ അബ്ബാ പിതാവ് നമ്മൾ എത്ര കേൾക്കുന്നുണ്ട്, എത്ര നമ്മൾ അനുസരിക്കുന്നുണ്ട്, ഈ വചനം നമുക്ക് വേണ്ടിയിട്ട് എത്ര ആഴമായിട്ട് നമ്മളോട് ഈ ചോദ്യം ചോദിക്കുവാണ്. यहाँ पर प्रभु बोलता है कि मैं अगर पिता है तो मेरे आदर करना कहाँ? അപ്പൊ ഞാൻ അവിടെ ചോദ്യം ചോദിക്കും, ഞാൻ നിങ്ങളുടെ പിതാവാണെങ്കിൽ എന്റെ ആദരം എവിടെ? എന്നോട് ബഹുമാനം, എന്നോട് ബഹുമാനം എവിടെ? फिर स्वामी करके कभी कभी हम बोलते हैं स्वामी. കർത്താവിനെ ചിലപ്പോ യജമാനനെ നമ്മൾ വിളിക്കാറുണ്ട്. अगर मैं स्वामी है तो मेरा जो भय मानना या भक्ति कहाँ गया? ഞാൻ നിങ്ങളുടെ സ്വാമിയാണെങ്കിൽ എന്നോടുള്ള ആ ഭയഭക്തി എവിടെ? प्रियो आज प्रभु हमें जो पूछता है कई बार हम प्रभु जो हमसे सवाल भी करता है तो हम सुनते ही नहीं. അത് പ്രത്യേകിച്ച് കർത്താവ് നമ്മളോട് സംസാരിക്കുമ്പോൾ ആ സംസാരമോ കർത്താവ് നമ്മളോട് ചോദിക്കുന്ന ചോദ്യം നമ്മൾ കേൾക്കാറില്ല. हमें प्रभु का वचन को मानना चाहिए. അതുകൊണ്ട് നമ്മൾ കർത്താവിന്റെ വചനം നമ്മൾ അനുസരിക്കണം. हम लोग एकदम आखिरी समय में हैं. കാരണം നമ്മൾ ഏറ്റവും അന്ത്യ സമയത്ത് എത്തിയിരിക്കാൻ പ്രിയപ്പെട്ടവരെ. इसलिए आपको बताया कि अंत समय में क्या होगा. അതുകൊണ്ട് അന്ത്യ സമയത്ത് എന്ത് പറ്റും ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു. कई प्रकार लोग गिरेगा. അനേക പ്രകാരമുള്ള ജനങ്ങൾ അവർ വീണു പോകും, ചതിയിൽ വീഴും. वो गिरने के कारण अभी आपको मालूम है अभी आज अपन
विषयों पर अभी नहीं जा पाएगा। ഇന്ന് നമ്മൾ എല്ലാ വിഷയങ്ങളും ഏത് കാരണങ്ങളാ വീഴുന്നുള്ള വിഷയങ്ങളിൽ പോകാൻ പറ്റത്തില്ല. लेकिन मैं आपको एक बात बताना चाहता हूँ. ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, जब प्रभु का दास पत्र लिखने के टाइम पर पहला तिमोथी पहला अध्याय में, എന്നാൽ 1 തിമോത്തി 1-ാം അധ്യായത്തിൽ പൗലോസ് വചനം എഴുതുമ്പോൾ अपना पहचान की कई लोग विश्वास की यात्रा में गिर गया ये बात को चेतावनी देता है. അവിടെ പൗലോസ് പറയുവാണ്, ഞാൻ അറിയുന്ന ഒത്തിരി വിശ്വാസികൾ അവരുടെ വിശ്വാസത്തിൽ വീണു പോയെന്നുള്ള കാര്യങ്ങൾ പൗലോസ് ഓർമ്മിപ്പിക്കുക. विश्वास का जहाज पढ़ना पहला तिमोथी पहला अध्याय का 19-20 1-ന്റെ 19-20 पहला अध्याय का 19-20 1 तिमोथी chapter 1 verse 19 and 20. വിശ്വാസ കപ്പൽ लिखने में आ रहा है ना पहले सबको मैं പറയുവാണ്, मैं दो बार जरूर बोलता है, आशा करता हूँ. तो मतलब पहला तिमोथी पहला अध्याय 19 और 20 1 तिमोथी chapter 1 verse 19 and 20. और विश्वास और उस अच्छे विवेक को थामे रहो जिसे दूर करने के कारण വിശ്വാസത്തിന്റെ ആ വിഷയത്തിൽ നിന്ന് ദൂരെ പോയോണ്ട് കാരണം कितनों का विश्वास रूपी जहाज डूब गया. എത്ര പേരുടെ വിശ്വാസ കപ്പൽ പൊടിഞ്ഞു പോയി. विश्वास रूपी जहाज टूट गया. എത്ര പേരുടെ വിശ്വാസ കപ്പൽ മുങ്ങിപ്പോയി. विश्वास रूपी जहाज टूट गया तो फिर पार कैसे होगा? വിശ്വാസ കപ്പൽ തന്നെ പൊടിഞ്ഞു പോയെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെ പ്രവേശിക്കും? विश्वास रूपी जहाज टूट गया. വിശ്വാസത്തിന്റെ കപ്പൽ അത് പൊടിഞ്ഞു പോയി, മുങ്ങിപ്പോയി. अभी कोई लोग बोलता है कि किसी का नाम मत बोलो. ചിലവർ പറയാറുണ്ട്, അയ്യോ ഇങ്ങനെ ഇയാള് വീണു എന്നുള്ള ആളുടെ പേര് പറയല്ലേ. नहीं दूसरों को समझने के लिए नाम बोलना पड़ता है. നമുക്ക് മറ്റവരെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പേര് പറയുന്നത്. अभी यहाँ पर प्रेरित पौलुस ऐसा कुछ लोगों का नाम बोल रहा है. കാരണം ഇവിടെ പൗലോസ് തന്നെ ചിലവരുടെ പേര് പറയുന്നുണ്ട്. पढ़िए. उन्हीं में से हिमनियस और सिकंदर है. देखो उन्हीं में से मतलब इसका जो विश्वास की जहाज टूट गया, उन्हीं में से दो लोगों का नाम यहाँ पर लिखा है, हुमिनियोस और सिकंदर या अलेक्सांडर. അപ്പൊ ഇവിടെ തന്നെ വിശ്വാസ കപ്പൽ വീണ് പോയ അല്ലെങ്കിൽ മുങ്ങിപ്പോയ അവസ്ഥയിൽ തന്നെ രണ്ടുപേര് ഹിമനിയോസും അലക്സാന്ദ്രോസും പേര് അവിടെ പേര് എടുത്ത് പറയുവാണ്. कई बार लोग बोलते हैं, ചിലവര് പറയാറുണ്ട്, ऐसा जो गिर गया है उसके बारे में नाम मत बोलो. ആരെങ്കിലും തെറ്റി വീഴുവാണെങ്കിൽ അവരുടെ പേരൊന്നും പറയല്ലേ. नाम बोले तभी तो लोग जानेगा और उसकी कई धोखे में बढ़ करके वो ना गिरे. നമ്മൾ എന്തിനാ ആൾക്കാരുടെ പേര് പറയുന്നത്? കാരണം ആ ആള് ബന്ധിച്ച് വീണ് കഴിഞ്ഞിരിക്കുക. അതുകൊണ്ട് ആളുമായിട്ട് കൂട്ടായ്മ ചെയ്യാതിരിക്കാൻ, ആളിൽ ദൂരെ നിൽക്കാനുള്ള അറിയാൻ ആരാണ് വീണിരിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ് പേര് പറയുന്നത്. एक बात आपको बताना चाहता हूँ. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, जो मना करता है वो करने के लिए आज बहुत लोगों को उत्साह है. ഇത് ഏത് കാര്യം നമ്മൾ ചെയ്യല്ലേ എന്ന് പറയുന്നതോ ആ കാര്യം തന്നെ ചെയ്യാൻ ഇന്ന് ജനങ്ങൾക്ക് ഭയങ്കര വലിയ ആഗ്രഹമാണ്. एक बार माँ बाहर जाने के टाइम पर बेटे को बोला, छोटा बच्चा है 10-11 साल का, उसको बोला, देखो बेटे तुम उस बोतल का चीज है ना कभी पीना नहीं. അപ്പൊ ഒരു ദിവസം ഒരമ്മ പുറത്തോട്ട് പോകുന്ന മുമ്പേ അവർ മകനെ വിളിച്ചിട്ട് 10-15-12 വയസ്സേ ഉള്ളൂ. ആ മകനെ വിളിച്ചു പറയാം, മോനെ ഞാൻ പുറത്തു പോവാ, ആ കുപ്പിയിൽ ഇരിക്കുന്ന സാധനം നീ കുടിക്കല്ലേ. अभी वो देखने से लाल है, एकदम देखने से वो मोहित हो सकता है, आकर्षित हो सकता है बच्चा है, वो लेकर पिएगा, इसलिए चेतावनी दिया. കാരണം അത് കണ്ടു കഴിഞ്ഞാൽ നല്ല ചുമന്ന നിറമാണ്, അത് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ആകർഷമാകാൻ സാധ്യതയുണ്ട്, അത് കുടിച്ചാൽ കുടിക്കാനുള്ള സാധ്യത ഉണ്ടോണ്ട് അമ്മ ആദ്യം തന്നെ അതിനെ പറ്റിയിട്ട് പറയുവാണ്, മോനെ അതെടുത്ത് കുടിക്കല്ലേ. अभी माँ जैसे गया, അപ്പൊ പക്ഷെ അമ്മ പോയി കഴിഞ്ഞപ്പോൾ ये बेटा के दिल में आया, കുഞ്ഞിന്റെ മനസ്സിൽ എന്താ വന്നേ? क्यों नहीं बना, इतना लाल है, ഇത്രയും ചുമന്നിരിക്കുവാണ്. उसने लेकर पी लिया. അവനെടുത്ത് കുടിച്ചു. क्या हुआ? അത് എന്ത് പറ്റി? वो जहर था. അത് വിഷമായിരുന്നു. अभी माँ थोड़ी देर के लिए गया था, तो इसलिए धोखा ना होने के लिए बताया. वो माँ आया तो ये यहाँ पर अभी उसका छाती फट रहा है, उसको बहुत तकलीफ हो रहा है. കാരണം അമ്മ കുറച്ചു നേരത്തേക്കാണ് പുറത്തു പോയത്. കാരണം അത് തന്നെ ആ കുറച്ചു നേരത്തേക്ക് അമ്മ ഈ കുഞ്ഞ് ഒരു തെറ്റും ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഇത് ആദ്യം തന്നെ സുഷ്മയുടെ കാര്യങ്ങൾ എല്ലാം ശ്രദ്ധിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് പോയതാ. അമ്മ തിരിച്ചു വരുമ്പോൾ ഈ കൊച്ചു നെഞ്ച് ഇങ്ങനെ പിടിച്ച് വലിയ ഓർക്കർക്ക് ശ്വാസം എടുക്കുക. अभी क्या हुआ? എന്ത് പറ്റി? अभी माँ आते ही देखा, അമ്മ വന്ന് കേറിയപ്പോ തന്നെ ആ കുഞ്ഞിനെ കണ്ടു. अभी ये तो एकदम मृत्यु से लड़ रहा है. കാരണം ഇപ്പൊ ഈ കുഞ്ഞ് മരണ അവസ്ഥയിൽ അവൻ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. माँ ने पूछा क्या किया? അമ്മ ചോദിച്ചു, മോനെ നീ എന്ത് ചെയ്തു? अभी उसने कबूल किया कि माँ मैंने वो जो आपने बोला था, मना किया था, मैंने पी लिया. അവൻ അമ്മനോട് പിന്നെ എന്താ പറഞ്ഞു? അമ്മ പറഞ്ഞല്ലോ കുപ്പി കുടിക്കല്ലേ എന്ന്, ഞാൻ കുടിച്ചു പോയി. अरे तूने क्या किया? അപ്പൊ അമ്മ പറയും, അയ്യോ മോനെ നീ എന്ത് ചെയ്തു? तुरंत हॉस्पिटल लेकर गया, उधर से उसको उल्टी करा करके बड़ा मुश्किल से बच गया. അപ്പൊ അമ്മ പെട്ടെന്ന് അവൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് സമയത്ത് അവനെ കൊണ്ടുപോയിട്ട് അവൻ രക്ഷപ്പെട്ടു. एक बात जानना, എന്താ പ്രിയപ്പെട്ട ഒരു കാര്യം അറിയേണ്ടത്, मालूम है जो भी
मालो पापी प्रभु के पास आया, प्रभु ने उनको क्षमा देने के बाद एक बात कहा, ആകെ പാപം നീക്ക. നമുക്കറിയാലോ, പാപം ഒത്തിരി രോഗം നിറഞ്ഞ ജനങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ വരുമ്പോൾ ദൈവം അവർക്ക് സൗഖ്യപ്പെടുത്താൻ അവരോട് എന്തോ കർത്താവ് പറഞ്ഞത്, ഇനിയും നിങ്ങൾ പോയിട്ട് പാപം ചെയ്യല്ലേ. जो भी परमेश्वर की जो वचन मोड़ देता है वो पाप में गिर जाता है. കാരണം ആരൊക്കെ കർത്താവിന്റെ വചനത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നു അവർ പാപത്തിൽ വീണു പോകും. प्रियो, ये पाप हमें क्या करेगा? हमें विश्वास त्याग में ले जाएगा. കാരണം ഈ പാപം നമ്മളെ എന്ത് ചെയ്യും? വിശ്വാസത്തിന് വിരുദ്ധമായി നടക്കാൻ വേണ്ടി, കർത്താവിന് വിരുദ്ധമായി നടക്കാനുള്ള അവസ്ഥയെ നമ്മളെ കൊണ്ടുപോകും. आज बहुत से झूठे लोग, मैं इसलिए बोला, खास करके मैं बहुत बार मंडली को बताया था गिरे हुए लोगों के साथ संगति नहीं करना, लेकिन मैंने देखा बहुत लोग चुपके से उनके साथ संगति किया, वो भी गिर गया. നമുക്കറിയാം. അതുകൊണ്ട് നമ്മൾ പ്രിയപ്പെട്ട വീട് പോകുന്നവരോട് നമ്മൾ കൂട്ടായ്മ ചെയ്യാതിരിക്കുക നമ്മൾ ഏറ്റവും വലിയ സൂക്ഷിക്കണം. കാരണം ആരൊക്കെ സഭ വിട്ടു പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് പറയാറുണ്ട്, പ്രിയപ്പെട്ടവർ അവർ സഭ വിട്ടു പോയാൽ വിശ്വാസത്തിൽ വീടിരിക്കുക, അവരോട് കൂട്ടായ്മ ചെയ്യല്ലേ. എന്നാൽ ചിലവർ എന്ത് ചെയ്യും? രഹസ്യത്തിൽ പോയി അവരോട് കൂട്ടായ്മ ചെയ്യും, എന്നിട്ട് അവർ വീട് പോകും. प्रियो, ऐसा लोगों के द्वारा धोखा खाया हुआ बहुत अनुभव मैंने मेरे जीवन में, बहुत लोगों के जीवन में मैंने देखा है. ഇങ്ങനെ വഞ്ചനയിൽ വീഴുന്ന അനേക വിശ്വാസികളെ ഞാൻ കണ്ടിട്ടുണ്ട്. Praise the Lord. मैं एक बात आपको बताना चाहता हूँ. പ്രിയപ്പെട്ടവർ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, प्रभु का वचन की व्यवस्था कभी भी ना तोड़ो. കർത്താവിന്റെ വചനത്തിലുള്ള നിയമത്തെ ഒരിക്കലും പൊട്ടിക്കില്ലേ. प्रभु का सत्य वचन को छोड़ करके गया हुआ लोगों के साथ कभी संगति नहीं करना, क्योंकि वचन बताता है. വചനമാണ് പറയുന്നത്, കർത്താവിന്റെ സത്യ വചനത്തെ വിട്ടു പോകുന്നവരോട് കൂട്ടായ്മ ചെയ്യല്ലേ എന്ന് വചനം നമ്മൾ പറയുന്നുണ്ടല്ലോ. ये मेरा उपदेश नहीं, ഇത് എന്റെ ഉപദേശമല്ല. आप रोमियों का पत्री उसका 16 अध्याय, റോമാലേഖനം അതിന്റെ 16-ാം അധ്യായം, റോമൻസ് ചാപ്റ്റർ 16 उसका 17-18 वचन, അതിന്റെ 17-18, റോമൻസ് 16, 17, 18. अब ये भाइयों, मैं तुमसे बेनती करता हूँ कि जो लोग उस शिक्षा के विपरीत जो तुमने पाई है, फूट डालने और ठोकर खिलाने का कारण होते हैं, उन्हें ताड़ लिया करो और उससे दूर रहो. क्योंकि ऐसे लोग हमारे प्रभु यीशु मसीह की नहीं परंतु अपने पेट की सेवा करते हैं और चिकनी चुपड़ी बातों से सीधे साधे मन के लोगों को बहका देते हैं. देखा प्रियो, जो सच्चा पवित्र जीवन बिताने वाले लोगों का मन को बहका करके उनको भी गिरा देगा. അപ്പൊ യഥാർത്ഥമായ വിശ്വാസത്തിൽ ജീവിക്കുന്നവരുടെ മനസ്സിനെയും അവരെ വീഴ്ത്താൻ അവർക്ക് സാധ്യതയുണ്ട്. तीतुस 3:10 पढ़ना. തീത്തോസിന്റെ പുസ്തകം 3:10, ടൈറ്റസ് ചാപ്റ്റർ 3:10. मतलब ये सब प्रभु का वचन से हमें मिलने वाला चेतावनी, मतलब इतना हमें सावधानी से समझना चाहिए. കാരണം വചനത്തിന്റെ നിന്ന് നമുക്ക് കിട്ടുന്ന ആലോചന എത്ര നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം. किसी पाखंडी को 1-2 बार समझा बुझाकर उससे अलग रहो. देखा, मतलब बहुत सत्य चेतावनी है. ഇത് എത്ര ശക്തമായ ഒരു വാർണിംഗ് ആണ് തരുന്നത്. ऐसे लोगों से हमें दूर रहना या उसको दूर करना. ഇതേ പ്രകാരമുള്ള വ്യക്തികളെ നിന്ന് നമ്മളെ ദൂരെ നിൽക്കണം, അല്ലെങ്കിൽ അവരെ ദൂരെ ആക്കണം. दूसरा തെസ്സലോനിക്കോ 3 अध्याय का 6 वचन पढ़ना. 2 തെസ്സലോനിക്കർ 3:6, 2 Thessalonians chapter 3:6. हे भाइयों, हम तुम्हें अपने प्रभु यीशु मसीह के नाम से आज्ञा देते हैं कि तुम हर एक ऐसे भाई से अलग रहो जो अनुचित चाल चलता और जो शिक्षा उसने हमसे पाई उसे अनुसार नहीं करता. देखा, जो भी हम शिक्षण देता है उसके अनुसार ना चलते हुए चलने वाले लोगों से हमें दूर रहना. നമ്മുടെ ഉപദേശം ആരൊക്കെ അവർ മാനിക്കുന്നില്ല, സ്വീകരിക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ നടക്കുവാണെങ്കിൽ അവരിൽ നിന്ന് ദൂരെ ആകണം എന്നാണ് വചനം പറയുന്നത്. प्रियो, ऐसे लोगों से उसका 14 वचन में लिखा है. 14-ാം വാക്യം 3:14, उसका आखिरी में അവനോടുള്ള സംസർഗം വിട്ട് അവനെ വേർതിരിപ്പീൻ. उसका आखिरी भाग में 14 लास्ट. और उसकी संगति न करो. उनकी संगति ना करना. അവരോട് സംസർഗം ചെയ്യല്ലേ. शायद बहुत लोग अपन प्रभु के दास लोग इन सारे बातों को वचन के द्वारा समझाता है तो उनको लगता है कि ये बातें वचन में नहीं लिखा. ചിലപ്പോ കാരണം ദേവദാസന്മാർ ഇതിനൊക്കെ പറയുക, ഇതിനൊക്കെ ചെയ്യലേന്ന് പറയുമ്പോൾ ചിലവർ എന്താ ചിന്തിക്കുന്നത്, പക്ഷേ ഇതൊന്നും വചനത്തിൽ എഴുതിയിരുന്നത് ഇല്ലല്ലോ, അപ്പൊ നമുക്ക് ചെയ്യാവുന്നതാണ്. അവര് ചതിയായി ജീവിക്കുവാണ്. प्रभु का सत्य वचन से आपका विश्वास को दूर करने के लिए ये लोग प्रयास करें. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ സത്യവചനത്തിൽ നിന്ന് നമ്മുടെ മനസ്സ് മാറ്റി കർത്താവിൽ നിന്ന് ദൂരെ ആക്കാനുള്ള ഈ ജനങ്ങൾ ഇവരെ കർത്താവിന് ദൂരെ ആക്കുന്നവർ ഇവർ ചെയ്യും. ഏദൻ वाटिका में वही तो बात हुआ. നമുക്ക് അറിയാലോ, ഈദൻ വാട്ടി ഗാർഡനിൽ ഇങ്ങനെയല്ലേ നടന്നത്. प्रभु ने जो बात मना किया था, ഇതിന്റെ തോട്ടത്തിലും കർത്താവ് ഏത് കാര്യം ചെയ്യല്ലേ എന്ന് പറഞ്ഞു, वही बात को कोई बात नहीं, उसमें कुछ नहीं होता. वो तुम जो सोचता है कि मरेगा, नहीं मरेगा. प्रभु बोलेगा मरेगा, ना मैं बोलता ना मरेगा नहीं. मतलब प्रभु की बातों पर वो अविश्वास दिला करके हमें
कई प्रकार का मोहों में फंसा देता है। അപ്പൊ അത് അവിടെ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ കർത്താവ് ഏത് കാര്യം ചെയ്യല്ലേ എന്ന് പറഞ്ഞോ അതേ കാര്യം ചെയ്യാൻ വേണ്ടി കർത്താവ് പറഞ്ഞല്ലോ മരിക്കുന്നു, അതിൽ അങ്ങനെ മരിക്കത്തില്ല, അങ്ങനൊന്നും ആകത്തില്ല, അങ്ങനെ പറഞ്ഞ് കർത്താവിന്റെ വചനത്തിൽ നിന്ന് വിശ്വാസം മാറ്റി നമ്മൾ പാപത്തെ വീഴ്ത്താനുള്ള സ്വഭാവമാണ് അവിടെ നടന്നത്. तो इसलिए अभी प्रभु यहाँ पर कहा था അതുകൊണ്ട് കർത്താവ് ഇവിടെ എന്താ പറഞ്ഞേ, जो खड़ा है അത് നിങ്ങൾ നിലനിൽക്കുവാണെങ്കിൽ वो वापस एक बार पढ़ेंगे पहला कोरिन्थियर 10 अध्याय का उसका 12 वचन। 1 कोरिन्थियर 10:12 നമ്മൾ നോക്കുന്നത് നിങ്ങൾ നിൽക്കുവാണെങ്കിൽ. तो अभी देखिए अभी कोरिन्थ मंडली के वास्तव में अभी वो चेतावनी के रूप में हमें दिया है। കൊരിന്ത്യ സഭയിലോട് അത് ഏറ്റവും വലിയ വാർണിംഗ് ആയിട്ടാണ് അവർ കൊടുത്തത്. अभी अगला क्लास या कल का प्रभु अगर आज नहीं आए तो आपको मैं इसलिए वो भावों में प्रवेश नहीं किया। अब कल आने के टाइम पर ये जो 10 अध्याय का कम से कम 1 से 13 तक का वचन अच्छी तरह पढ़कर ध्यान करके അതുകൊണ്ട് പ്രിയപ്പെട്ട ഈ വചനത്തിന്റെ ആഴമായുള്ള കാര്യങ്ങൾ ഞാൻ ഇതിനെ പ്രവേശിച്ചില്ല. കർത്താവ് അനുവദിക്കുകയാണെങ്കിൽ നാളെ ഒരു ദിവസം തരുവാണെങ്കിൽ നാളെ ഈ വിഷയത്തിന്റെ ആഴമായിട്ട് സംസാരിക്കും. അതുകൊണ്ട് നമുക്ക് നാളെ വരുവാണെങ്കിൽ നിങ്ങളുടെ സമയം കിട്ടുവാണെങ്കിൽ 1 कोरिन्थियर 10 अध्याय 1 തൊട്ട് 13 നിങ്ങൾ വായിച്ചിട്ട് വരണം. तो अभी आखिर में मैं वही शुरुआत का की वेद को पढ़ाना चाहता हूँ कि उसका 12 वचन ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. इसलिए जो समझता है मैं स्थिर हूँ वह चौकस रहे कहीं गिर न पड़े. हाँ, अगर ये मत सोचना पियो अभी कोई मेरे को ना, कई बार लोग थोड़ा कुछ जान लिया तो लोगों को क्या लगता है नहीं मैं ऐसे लोगों के साथ गलत लोगों के साथ संधि किया तो मैं थोड़ी गिरेगा क्योंकि मैं अभी बहुत बलवान है, मेरे को बहुत कुछ मालूम है, वो आराम से गिर जाता है. അതൊരു പ്രിയപ്പെട്ട ചിലവരെന്തോ ചിന്തിക്കുന്നത് എനിക്ക് ഇച്ചിരി വചനങ്ങൾ അറിയാം, എനിക്ക് ഇച്ചിരി ജ്ഞാനം കിട്ടിയെന്ന് പറഞ്ഞ് അവരെന്ത് പറയും, ഇനി ഞാൻ ആരോട് പോയി സംസാരിച്ച ഒരു കുഴപ്പമില്ല, വീണ് പോയവർ തെറ്റിച്ചു പോയവരോട് സംസാരിച്ചാലും ഞാൻ വീഴത്തില്ല, ഞാൻ ഇടറി പോകത്തില്ല എന്ന് പറഞ്ഞ ഒരു തെറ്റിദ്ധാരണ അവരോട് പോയി കൂട്ടായ്മ ചെയ്യും. ഇതിന് നമ്മൾ നോക്കുന്നത് അവർ എത്ര എളുപ്പത്തിലാണ് അവർ വീണ് പോകുന്നത്. मैं एक वचन जल्दी गलातियों उसका 6 अध्याय में एक सत्य चेतावनी यहाँ पर प्रभु दास देता है. मैं आपको पढ़ना चाहता हूँ क्योंकि क्या है कि अभी एकदम पवित्र आत्मा याद दिला रहा है तो पर उसका एक दो वचन गलात्य लेखन 6:1 एक ही वचन गलातियों 6 का 1 Galatians 6:1. हे भाइयों, यदि कोई मनुष्य किसी अपराध में पड़ा भी जाए तो तुम जो आत्मिक हो नम्रता के साथ ऐसे को संभालो और अपनी भी चौकसी रखो, अपनी भी चौकसी रखो, തന്നെ സൂക്ഷിക്കണം कि तुम भी परीक्षा में न पड़ो. നിങ്ങളും ആ രീതിയിൽ വീണ് പോവാതിരിക്കാൻ നിങ്ങൾ തന്നെ സൂക്ഷിക്കണം. अभी क्या हो गया, कई लोग चौकसी नहीं किया, ചിലവർ എന്ത് ചെയ്തു, ഈ വിഷയത്തിലുള്ള സൂക്ഷ്മത അവർ ചെയ്തില്ല. इसलिए क्या हो गया, അതിന്റെ എന്ത് പറ്റി, वो भी गिर गया, അവരും ആ വ്യക്തിയെ പോലെ അവരും വീണു. Praise the Lord. इतना दुख लगता है, എത്ര വേദനയുള്ള കാര്യമല്ലേ. अरे गिरने के बाद में भी लोग मैं गिर गया करके नहीं मारेगा, എന്നിട്ട് വീണ് കഴിഞ്ഞിട്ടും ഞാൻ വീണു പോയെന്ന് ജനങ്ങൾ പറയില്ല. Praise the Lord. वो फिर भी कुछ ना कुछ बहाना दोष लगाते हैं. എന്നിട്ട് ആളെന്ത് പറയും, വേറെ കാര്യങ്ങൾ കറക്കി വേറെ ആളുടെ മേൽ കുറ്റമിട്ട് ആള് കറക്കി വേറെ കാര്യങ്ങളിൽ പോകും. यही एक शैतान को उपाय. ഇതന്നെയല്ലേ പിശാചിന്റെ തന്ത്രം. प्रियो, हमारा विरोधी जानता है हमें कैसा धोखा दे करके वो धोखा में और भी फंसाना है. കാരണം പിശാചിനെ അറിയാൻ നമ്മൾ ഏത് രീതിയിൽ നമ്മളെ വഞ്ചിച്ചിട്ട് ആ വഞ്ചനയിൽ എത്ര ആഴത്തിൽ വീഴ്ത്തണം എന്നുള്ള കാര്യങ്ങൾ പിശാചിനെ അറിയാം. प्रियो, आज आप आनंदित हैं, അതുകൊണ്ട് പ്രിയപ്പെട്ട ഇന്ന് നിങ്ങൾ സന്തോഷത്തിലാണോ, आज आप सत्य वचन में हैं, ഇന്ന് നിങ്ങൾ സത്യവചനത്തിലാണോ, प्रभु का सच्चा उपदेश आपने पाया ना, സത്യ ഉപദേശമായ വചനത്തിനെ നിങ്ങൾ പിടിച്ചു വെച്ചിട്ടുണ്ടോ, अभी तक उस उपदेश में बना रहता है, ഇന്ന് വരെ ആ സത്യ ഉപദേശം നിങ്ങൾ നിലനിൽക്കുവാണോ, ऐसा है तो आप धन्यवाद. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. मैं आशा करता हूँ मैं उसकी गहराई में जाने के लिए आज सिर्फ एक आउटलाइन आपको दे रहा था. അതുകൊണ്ട് ഇത് ആ വചനത്തിന്റെ ആഴത്തിൽ പ്രവേശിക്കാനുള്ള ഒരു ഔട്ട്ലൈൻ മാത്രം ഞാൻ തന്നേ ഉള്ളൂ. जो खड़ा है वो ना गिरने देना. നമ്മൾ നിലനിൽക്കുവാണെങ്കിൽ നിൽക്കുവാണെങ്കിൽ വീഴാതിരുപ്പാൻ സൂക്ഷിപ്പേ. क्योंकि आखिरी समय में बहुत लोग भरमाया जाएगा, बहुत लोग विश्वास त्यागी होगा, बहुत लोग गिरेगा. ये शक्ति चेतावनी वचन में है. കാരണം വചനത്തിൽ നമ്മൾ വായിക്കുന്ന അന്ത്യസമയത്ത് അനേകർ വീഴും, അനേകർ വഞ്ചനയിൽ പോവും, വിശ്വാസത്തിൽ വീഴും, വിശ്വാസത്തിൽ ത്യജിക്കും എന്നുള്ള ഈ കാര്യങ്ങളുള്ള വാർണിംഗ് എല്ലാം വചനത്തിൽ തന്നിട്ടുണ്ട്. इसलिए मैं आपको बताना चाहता हूँ आप हमारी इस बात में थोड़ा सावधान रहे कहीं ना गिरे. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ ഈ വിഷയത്തിൽ നമ്മൾ സൂക്ഷ്മയോടെ നമ്മൾ ജീവിക്കണം. ഈ വിഷയത്തിൽ നമ്മൾ വീഴല്ലേ. आनंदित है, സന്തോഷത്തിലാണോ, प्रभु आप आशीष दे, ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. प्रभु का अनुग्रह आप सबके साथ. കർത്താവിന്റെ കൃപ നിങ്ങൾ എല്ലാവരും വസിക്കട്ടെ.